ഹരി ഓം. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വ്രജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ദശമസ്കന്ധത്തിലെ 59-ാം അധ്യായം നരകാസുരവധം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരകാസുരവധം വരയ്ക്കും വായിച്ചു. അത് കഴിഞ്ഞ് ഭൂമിദേവിയുടെ സ്തുതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഭഗവാൻ 16,000 സ്ത്രീകളെ മോചിപ്പിച്ച് ദ്വാരകയിലേക്ക് അയക്കുന്നതും ഭഗവാൻ സ്വർഗത്തിൽ ചെന്ന് ഇന്ദ്രന് അതിഥിയുടെ കുണ്ടലങ്ങളും വരുണന്റെ ഛത്രവും മറ്റെല്ലാം തിരിച്ച് ഏൽപ്പിച്ച് വരുന്ന വഴിക്ക് പാരിജാതവുമായിട്ട് വരുന്നതും അതിൻ്റെ ഇടയ്ക്ക് ഇന്ദ്രൻ ഭഗവാനെ തടയുന്നതും ഭഗവാൻ ഇന്ദ്രനെ പരാജയപ്പെടുത്തുന്നതും അത് കഴിഞ്ഞ് വന്ന് ഭഗവാൻ 16,000 ഗൃഹങ്ങൾ ഒരേപോലെ നിർമ്മിച്ച് 16,000 സ്ത്രീകളെ ആ 16,000 ഗൃഹങ്ങളിൽ വെച്ച് ഒരേ മുഹൂർത്തത്തിൽ 16,000 ശരീരമെടുത്തുകൊണ്ട് ഭഗവാൻ വിവാഹം കഴിക്കുന്ന അതോടുകൂടിയിട്ടാണ് ഈ അധ്യായം പൂർണ്ണമാകുന്നത്. നമുക്ക് അധ്യായം വായിക്കാം. കഴിഞ്ഞിട്ട് രാവിലെ നിർത്തിയെടുത്തുനിന്ന് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 59-തമോऽധ്യായഃ. രാജോവാച യഥാ ഹതോ ഭഗവതാ ഭൗമോ യേന ച താ സ്ത്രിയഃ നിരുദ്ധായേതദാ ചക്ഷ വിക്രമം ശാർംഗധന്മനഃ. ശ്രീശുക ഉവാച ഇന്ദ്രേണ ഹൃതഛത്രേണ ഹൃതകുണ്ടലബന്ധുനാ ഹൃതാമരാദ്രിസ്ഥാനേന ജ്ഞാപിതോ ഭൗമചേഷ്ടിതം. സ ഭാര്യോ ഗരുഡാരൂഢഃ പ്രാഗ്ജ്യോതിഷപുരം യയൗ ഗിരിദുർഗൈ ശസ്ത്രദുർഗൈഃ ജലാഗ്ന്യനിലദുർഗമം മുരപാശായുതൈർഘോരൈഃ ദൃഢൈഃ സർവത ആവൃതം ഗതയാ നിർബിഭേദാദ്രീൻ ശസ്ത്രദുർഗാണി സായകൈഃ. ചക്രേണാഗ്നിം ജലം വായും മുരപാശാൻ തദാസിന ശംഖനാദേന യന്ത്രാണി ഹൃദയാനി മനസ്വിനാം പ്രാകാരം ഗതയാ ഗുർവ്യാ നിർബിഭേദഗദാധരഃ. പാഞ്ചജന്യധ്വനിം ശ്രുത്വാ യുഗാന്താശനിഭീഷണം മുരശയാന ഉത്തസ്തൗ ദൈത്യഃ പഞ്ചശിരാജലാത്. ത്രിശൂലമുദ്യമ്യ സുദുർനിരീക്ഷണോ യുഗാന്ത സൂര്യാനലരോചിരുൾബണഃ ഗ്രസൻ ത്രിലോകീമിവ പഞ്ചഭിർമുഖൈഃ അഭ്യഗ്രവത്താർക്ഷ്യസുതം യഥോരഗഃ. ആവിദ്യശൂലം തരസാ ഗരുത്മതേ നിരസ്യ വക്ത്രൈർവ്യനദത്സ പഞ്ചഭിഃ. സരോദസീ സർവദിശോന്ധരം മഹാൻ ആപൂരയൻ അണ്ഡകടാഹമാവൃണോത്. തദാപതദ്വൈ ത്രിശിഖം ഗരുത്മതേ ഹരിശരാഭ്യാം അഭിനത്രിധൗജസാ മുഖേഷു തം ചാഭിശരൈരതാടയത്
തസ്മൈ ഗതാം സോപിരുഷാ വ്യമുഞ്ചത താമാപതന്തീം ഗതയാ ഗതാം മൃധേ ഗതാഗ്രജോ നിർബിഭിദേ സഹസ്രധ ഉദ്യമ്യ ബാഹൂൻ അഭിതാവതോജിതഃ ശിരാംസി ചക്രേണ ജഹാരലീലയാ വ്യസുഃ പപാദാംബസി കൃത്തശീർഷോ നികൃത്തശൃംഗോദ്രിരിവേന്ദ്ര തേജസാ തസ്യാത്മജാ സപ്തപിതുർവധാതുരാः പ്രതിക്രിയാമർഷജുഷസ്സു സമുദ്യതാः താമ്രോന്തരിക്ഷശ്രവണോ വിഭാവസുഃ വസുർനഭസ്വാൻ അരുണശ്ച സപ്തമഃ പീഠം പുരസ്കൃത്യ ചമൂപതിം മൃധേ ഭൗമപ്രയുക്താ നിരഗൻ കൃതായുധാഃ പ്രായുഞ്ജദാസാദ്യസരാൻ അസീൻ ഗദാഃ ശക്തിരിഷ്ടിശൂലാനി അജിതേരുഷോൽബണാഃ തച്ഛസ്ത്രകൂടം ഭഗവാൻ സ്വമാർഗണൈഃ അമോഘവീര്യസ്തിലസശ്ചകർത്തഃ താൻ പീഡമുക്യാനയദ്യമക്ഷയം നികൃത്തശീർഷോരുഭുജാംഗ്രിവർമ്മണഃ സ്വാനീകപാൻ അച്യുത ചക്രസായകൈഃ തദാ നിരസ്താൻ നരകോദരാസുതഃ നിരീക്ഷ്യ ദുർമർഷണ ആശ്രവന്മദൈഃ ഗജൈഃ പയോധിപ്രഭവൈർനിരാക്രമത് ദൃഷ്ട്വാ സഭാര്യം ഗരുഡോപരി സ്ഥിതം സൂര്യോപരിഷ്ടാത് സതടിദ്ഘനം യഥാ കൃഷ്ണം സ തസ്മൈ വ്യസൃജത് സദഗ്നീം യോധാശ്ച സർവേ യുഗപത്സ്മ വിവ്യദുഃ തദ്ഭൗമസൈന്യം ഭഗവാൻ ഗദാഗ്രജോ വിചിത്രവാജൈർനിശിതൈഃ ശിലീമുഖൈഃ നികൃത്തബാഹൂരുശിരോദ്രവിഗ്രഹം ചകാരതർഹ്യേവ ഹതാശ്വകുഞ്ചരം യാനി യോധൈഃ പ്രയുക്താനി ശസ്ത്രാസ്ത്രാണി കുരുദ്വഃ ഹരിസ്ഥാനി അച്ചിനതീക്ഷ്ണൈഃ ശരൈരേകൈകശസ്ത്രിഭിഃ ഉഹ്യമാനഃ സുപർണേന പക്ഷാഭ്യാം നിഘ്നദാ ഗജാൻ ഗരുത്മദാഹന്യമാനാഃ തുണ്ഡപക്ഷനഖൈർഗജാഃ പുരമേവാവിശൻ ആർത്താഃ നരകോ യുധ്യയുധ്യത ദൃഷ്ട്വാ വിദ്രാവിദം സൈന്യം ഗരുഡേനാർദിതം സ്വകം തം ഭൗമഃ പ്രാഹരത്ശക്ത്യാ വജ്രഃ പ്രതിഹതോ യതഃ നാകമ്പത തയാ വിദ്ധോ മാലാഹതൈവ ദ്വിപഃ ശൂലം ഭൗമോച്യുതം ഹന്തുമാദദേ വിദദോദ്യമഃ തദ്വിസർഗാത് പൂർവമേവ നരകസ്യ ശിരോ ഹരിഃ അപാഹരദ്ഗജസ്തസ്യ ചക്രേണ ക്ഷുരനേമിനാ സകുണ്ഡലം ചാരുകിരീടഭൂഷണം ബഭൗ പൃഥിവ്യാം പതിതം സമുജ്വലത് ഹാഹേതി സാധു ഇതി ഋഷയഃ സുരേശ്വരാः മാല്യൈർമുകുന്ദം വികിരന്തൈഡിരേ തതശ്ച ഭൂകൃഷ്ണമുപേത്യ കുണ്ഡലേ പ്രതപ്തജാംബൂനതരത്നഭാസ്വരേ സ വൈജയന്ത്യാവനമാലയാർപ്പയത് പ്രാചേതസം ഛത്രമഘോ മഹാമണിം അസ്തൗഷീദ് അദ വിശ്വേശം ദേവി ദേവവരാർച്ചിതം പ്രാഞ്ജലിഃ പ്രണതാ രാജൻ ഭക്തിപ്രവണയാ ധിയാ ഭൂമിരുവാച നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേ ചോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായാദിബീജായ പൂർണ്ണബോധായ തേ നമഃ അജായ ജനയിത്രേസ്യ ബ്രഹ്മണേ നന്ദശക്തയേ പരാപരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ ത്വം വൈ സ്വിസൃക്ഷൂ രജ ഉത്കടം പ്രഭോ തമോ നിരോധായ വിമർശ്യ സംവൃതഃ സ്ഥാനായ സത്വം ജഗതോ ജഗത്പതേ കാലഃ പ്രധാനം പുരുഷോ ഭവാൻ പരഃ അഹം പയോ ജ്യോതിരധാനിലോ നഭോ മാത്രാണി ദേവാമന ഇന്ദ്രിയാണി കർത്താ മഹാനിത്യഖിലം ചരാചരം ത്വയി അദ്വിതീയേ ഭഗവൻ അയം ഭ്രമഃ തസ്യാത്മജോയം തവ പാദപങ്കജം
ഭീതഃ പ്രപന്നാർത്തിഹരോപസാദിതഃ തത്പാലയൈനം കുരു ഹസ്തപങ്കജം ശിരസ്യ മുഷ്യാകില കൽമഷാപഹം. ശ്രീശുക ഉവാച ഇതി ഭൂമ്യാർത്തിതോ വാഗ്ഭിഃ ഭഗവാൻ ഭക്തിനമ്രയാ ദത്വാഭയം ഭൗമഗൃഹം പ്രാവിശത് സകലർദ്ധിമത്. തത്ര രാജന്യകന്യാനാം ഷട്സഹസ്രാധികായുതം ഭൗമാഹൃതാനാം വിക്രമ്യ രാജഭ്യോ ദദൃശേ ഹരിഃ. തം പ്രവിഷ്ടം സ്ത്രിയോ വീക്ഷ്യ നരവീരം വിമോഹിതാഃ മനസാ വവ്രിരേഭീഷ്ടം പതിം ദൈവോപസാദിതം. ഭൂയാത്പതിരയം മഹ്യം ധാതാ തദനുമോദതാം ഇതി സർവാഃ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദദുഃ. താഃ പ്രാഹിണോ ദ്വാരവതീം സുമൃഷ്ടവിരജോംബരാഃ നരയാനൈർമഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹത്. ഐരാവതകുലേഭാംശ്ച ചതുർദന്താന്തരസ്വിനഃ പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടിം പ്രേഷയാമാസ കേശവഃ. ഗത്വാ സുരേന്ദ്രഭവനം ദത്വാദിത്യൈ ച കുണ്ഡലേ പൂജിതസ്ത്രിദശേന്ദ്രേണ സഹേന്ദ്രാണ്യാ ച സത്പ്രിയഃ. ചോദിതോ ഭാര്യയോത്പാട്യ പാരിജാതം ഗരുത്മതി ആരോപ്യ സേന്ദ്രാൻ വിബുധാൻ നിർജിത്യോപാനയത്പുരം. സ്ഥാപിതഃ സത്യഭാമായാ ഗൃഹോദ്യാനോപശോഭനഃ അന്വഗുർഭ്രമരാ സ്വർഗാത് തദ്ഗന്ധാസവലംബണാഃ. യയാ ച ആനമ്യ കിരീടകോടിഭിഃ പാദൗ സ്പൃശൻ അച്യുതമർത്ഥസാദനം. സിദ്ധാർത്ഥയേതേന വിഗൃഹ്യത്തെ മഹാൻ അഹോ സുരാണാം ച തമോധികാഢ്യതാം. അധോ മുഹൂർത്ത ഏകസ്മിൻ നാനാകാരേഷു താ സ്ത്രിയഃ യഥോപയേമേ ഭഗവാൻ താവത് രൂപധരോവ്യയഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗൃഹേഷു താസാം അനപായ്യതർക്യകൃത് നിരസ്തസാമ്യാതിശയേഷ്വമസ്ഥിതഃ. രേമേ രമാഭിർനിജകാമസംപ്ലുതോ യഥേതരോഗാർഹകമേദികാൻ ചരൻ. ഇത്തം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താഃ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം. ഭേജുർമുദാ വിരതമേദിദയാനുരാഗഃ സാവലോക നവസംഗമജൽപലജ്ജാഃ. പ്രത്യുദ്ഗമാസന വരാർഹണപാദസൗജതാംബൂലവിശ്രമണവീജനഗന്ധമാല്യൈഃ കേശപ്രസാര ശയനസ്നപനോപഹാര്യൈഃ. ദാസീശതാ അപി വിഭോർവിദതുസ്മദാസ്യം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പാരിജാതഹരണ നരകവധോ നാമ ഏകോനഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം സുസ്വാഗതം. നമ്മൾ രാവിലെയാണ് നരകാസുരവധം ഭാഗം കണ്ടത്. ഭഗവാൻ ഇന്ദ്രന്റെ അപേക്ഷയെ മാനിച്ച് നരകാസുരനെ വധിക്കാനായിക്കൊണ്ട് പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക് ഗരുഡവാഹനനായി സത്യഭാമാ സഹിതനായി വന്നതും മുരാസുരനുമായി യുദ്ധം ചെയ്തതും മുരാസുരനെ വധിച്ചതും
കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മിനിഞ്ഞാന്ന് അതിനുശേഷം 12 മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് രാവിലെ എടുത്തത്. മുരാസുരൻ്റെ 7 ആൺമക്കൾ താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വിഭാവസു, വസു, നഭസ്വാൻ, അരുണൻ, ഈ 7 പേരും പീഠൻ എന്ന ഭൗമാസുരൻ്റെ സേനാനായകനെ മുൻനിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്തതും വിവിധങ്ങളായ ആയുധങ്ങൾ ഭഗവാന്റെ നേരെ പ്രയോഗിച്ചതും ഭഗവാൻ അവയെല്ലാം എൺമണിപ്രായമാക്കി തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് പൊടിച്ചു കളഞ്ഞതും പിന്നീട് പീഡനെയും മുരൻ്റെ പുത്രന്മാരെയും യമലോകത്തേക്ക് അയച്ചു. അങ്ങനെ തൻ്റെ സൈന്യനായകന്മാരെല്ലാവരും നശിച്ചു കണ്ട നരകാസുരൻ സഹിക്കവയ്യാതെ മതമൊലിക്കുന്ന ആനകളോടുകൂടെ, സമുദ്രത്തിൽ ഭവിച്ചവരായ ഗംഭീരന്മാരായ ആനകളോടുകൂടെ വരികയും ഗരുഡോപരി ഭാര്യയോടുകൂടെ യുദ്ധം ചെയ്യുന്ന ഭഗവാനെ സൂര്യൻ്റെ മുകളിൽ ഒരു മേഘത്തിൽ മിന്നലോടുകൂടി എന്ന പോലെ കണ്ടു. ഭഗവാന്റെ നേരെ ശതഗ്നി എന്ന ആയുധം പ്രയോഗിച്ചു. മറ്റ് അസുര യോദ്ധാക്കൾ ഭഗവാന്റെ നേരെ വിവിധങ്ങളായ അസ്ത്രങ്ങൾ പൊഴിഞ്ഞു. ഭഗവാൻ തൻ്റെ ശിലീമുഖങ്ങളെ കൊണ്ട് ഇവരുടെ അസ്ത്രങ്ങളെയൊക്കെ പൊടിച്ച ശേഷം അവരെയും എല്ലാം അവരുടെ ബാഹുക്കൾ, ഊരുക്കൾ, ശിരസ്, ശിരോദ്രം, വിഗ്രഹം മുതലായതിനെ നികൃത്തം നല്ലതുപോലെ ക്രന്ദനം ചെയ്തു. അവരുടെ അശ്വകുഞ്ചരാദികളെ നശിപ്പിച്ചു കളഞ്ഞു. ഏതൊക്കെ അസ്ത്രങ്ങളെ നരകാസുരനും സൈന്യവും പ്രയോഗിച്ചുവോ അതെല്ലാം ഭഗവാൻ തൻ്റെ തീക്ഷ്ണങ്ങളായ ശരങ്ങളെ കൊണ്ട് ഓരോന്നിനെയും മുമ്മൂന്നാക്കി ഖണ്ഡിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ ഗരുഡനും തൻ്റെ ചിറകുകൊണ്ടും കൊക്കുകൊണ്ടും നഖങ്ങൾ കൊണ്ടും ആനകളെയും മറ്റുമെല്ലാം ആക്രമിച്ചു. അവരെല്ലാം പേടിച്ച് ഓടിത്തിരിച്ച് പുരത്തിൽ ശരണം പ്രാപിച്ചു. ആ സമയത്ത് നരകാസുരൻ ഭഗവാനോട് യുദ്ധം ചെയ്യുന്നു. ഭഗവാന്റെ നേരെ ഒരു ശക്തി പ്രഹരിച്ചു. നമ്മുടെ ആനയുടെ നേരെ ഗരുഡന്റെ നേരെ നരകാസുരൻ ശക്തി പ്രയോഗിച്ചു. ഗരുഡൻ അതിനെയൊന്നും കൂട്ടാക്കിയില്ല എന്നാ പറഞ്ഞു. വജ്രായുധത്തെ തടഞ്ഞിട്ടുള്ള ഇവന്റെ ഈ ശക്തിയെ ഗരുഡൻ നിസാരമാക്കി കളഞ്ഞു. ഒരു പൂമാല കൊണ്ട് അടിക്കപ്പെട്ട ആനയെ പോലെ ഗരുഡൻ നിന്നു എന്ന. പിന്നീട് ഭഗവാന്റെ നേരെ ശൂലം പ്രയോഗിച്ചു. അതും ഉദ്യമം വിഫലമായി എന്നർത്ഥം. അത് പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ നരകാസുരന്റെ ശിരസിനെ ചക്രം കൊണ്ട് ഛേദിച്ചു കളഞ്ഞു. ആനപ്പുറത്തിരിക്കുന്ന നരകാസുരന്റെ ശിരസിനെ ഛേദിച്ചു കളഞ്ഞു. അവന്റെ ശിരസ് കുണ്ടലത്തോടും കിരീടത്തോടും കൂടി ഭൂമിയിൽ പതിച്ച് ജ്വലിക്കുകയാണ്. ദേവന്മാരും ഋഷീശ്വരന്മാരുമെല്ലാം ആകാശത്ത് നിന്ന് ഹാ ഹാ സാധു സാധു എന്നെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ നേരെ പുഷ്പവൃഷ്ടി ചെയ്ത് ഭഗവാനെ സ്തുതിച്ചു. ആ സമയത്താണ് ഭൂമിദേവി ആ നരകാസുരൻ അപഹരിച്ച അതിഥിയുടെ കുണ്ടലങ്ങൾ, അതുപോലെ വൈജയന്തിയാകുന്ന വനമാല ഭഗവാനെ സമർപ്പിച്ചു. വരുണന്റെ ഛത്രം, മഹാരത്നം എന്നിവയെല്ലാം കൊണ്ടുവന്ന് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചു. അതിനുശേഷം ദേവവരന്മാരാലും അർച്ചിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാനെ, വിശ്വേശ്വരനെ ആ ദേവി സ്തുതിച്ചു. നമസ്കരിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് ഭക്തിപ്രവണയാധിയ, ഭക്തി കൊണ്ട് പ്രേരിതമായ ബുദ്ധിയോടുകൂടെ പരവശയായി ആ ഭൂമിദേവി സ്തുതിച്ചു. ആ ഭൂമിദേവിയുടെ സ്തുതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. 25 മുതൽ 31 വരെയുള്ളതായിട്ടുള്ള 7 ശ്ലോകങ്ങളിൽ 4 ശ്ലോകങ്ങൾ കണ്ടു.
അതെല്ലാം ആദ്യത്തെ 4 ശ്ലോകങ്ങൾ ഭഗവാനെ നമസ്കരിക്കുന്നു വിവിധങ്ങളായ നാമങ്ങൾ പറഞ്ഞുകൊണ്ട്. ദേവദേവേശ തേ നമഃ, ശംഖചക്ര ഗദാധര തേ നമഃ, ഭക്തേച്ഛോപാത്തരൂപായ നമഃ, പരമാത്മൻ നമഃ അസ്തുതേ, പങ്കജനാഭായ നമഃ, പങ്കജമാലിനേ നമഃ, പങ്കജനേത്രായ നമഃ, പങ്കജാംഗ്രയേ നമഃ, ഭഗവതേ തുഭ്യം നമഃ, വാസുദേവായ നമഃ, വിഷ്ണവേ നമഃ, പുരുഷായ നമഃ, ആദിബീജായ നമഃ, പൂർണ്ണബോധായ തേ നമഃ, അജായ നമഃ, അസ്യ ജനയിത്രേ നമഃ, ബ്രഹ്മണേ നമഃ, അനന്തശക്തയേ നമഃ, പരാവരാത്മൻ തേ നമഃ, ഭൂതാത്മൻ തുഭ്യം നമഃ, പരമാത്മൻ നമഃ അസ്തുതേ. ഇതുവരെയ്ക്കാണ് നമ്മൾ ഈ 4 ശ്ലോകങ്ങളിലൂടെ നമസ്കാരം 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 എന്ന് ആ ഭൂമിദേവി പറയുന്നത് വരെ വായിച്ചു പറഞ്ഞു. ഇനി 29 മുതൽക്കുള്ള വരികൾ നോക്കാം. 29 മുതൽ 31 വരെ 3 ശ്ലോകങ്ങളും കൂടി ഭൂമിയുടെ സ്തുതിയാണ്. നോക്കാം. ത്വം വൈസി സൃക്ഷൂരജ ഉത്കടം പ്രഭോ തമോ നിരോധായ ബിഭർഷ്യ സംവൃതഃ സ്ഥാനായ സത്വം ജഗതോ ജഗത്പതേ കാലഃ പ്രധാനം പുരുഷോ ഭവാൻ പരഃ. ത്വം വൈസി സൃക്ഷൂരജ ഉത്കടം പ്രഭോ തമോ നിരോധായ ബിഭർഷ്യ സംവൃതാഃ അസംവൃതഃ സ്ഥാനായ സത്വം ജഗതോ ജഗത്പതേ കാലഃ പ്രധാനം പുരുഷോ ഭവാൻ പരഃ. ഈ ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് 3ഉം അങ്ങ് തന്നെയാണ് ചെയ്യുന്നത്. 3 ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് തന്നെയാണ് ഈ സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപാദാന കാരണങ്ങളും നിമിത്ത കാരണവും എല്ലാം അങ്ങ് തന്നെ. അപ്പോൾ ഈ വിശ്വം ഈ പ്രപഞ്ചം അങ്ങയിൽ നിന്ന് ഭിന്നമല്ല. ഇത് അങ്ങയുടെ സൃഷ്ടിസ്ഥിതി സംഹാര ലീലയാകുന്നു. അങ്ങയിൽ നിന്ന് തന്നെ അങ്ങയെ തന്നെ സൃഷ്ടിച്ചതാണ് എന്നുള്ള ആ അഭേദഭാവം, ഈ വിശ്വവും ഭഗവാനുമായിട്ടുള്ള അഭേദഭാവത്തെ ഇവിടെ ഊട്ടിയുറപ്പിക്കുകയാണ്. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. അതാണ് ഇവിടുത്തെ അന്തർധാര ആശയം. നമഃ 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 എന്ന് പറയുമ്പോൾ സമർപ്പണമാണ്. ഞാനെന്ന ഭാവത്തെ സമർപ്പിക്കുകയാണ്. നമമ 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 എന്ന്. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ എന്ന് നമസ്കാരങ്ങളെ കൊണ്ട് പറഞ്ഞു. 29ാമത്തെ ശ്ലോകത്തിൽ അങ്ങ് തന്നെയാണ് എല്ലാം, അങ്ങ് മാത്രമാണ് സത്യം, ഞാനെന്നത് വെറും ഭ്രമം മാത്രം, തോന്നൽ മാത്രം. ഇവിടെ നമ്മൾ ഈ നരകാസുര തത്വം ചിന്തിക്കണം. എന്താണ് നരകാസുരൻ? ആരാണ് നരകാസുരൻ? നമ്മൾക്കൊക്കെ നരന്മാർക്ക് ദുഃഖത്തെ കൊടുക്കുന്നത് അകം എന്നാൽ ദുഃഖമാണ്. ഖം എന്നാൽ സുഖം, അകം എന്നാൽ ദുഃഖം. നൃണാം അകം നരാണാം അകം നരകം. നരന്മാർക്ക് ദുഃഖം കൊടുക്കുന്നത് അവരുടെ അഹങ്കാരമാണ്. ഒന്നായ നിന്നെയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ.
ഇണ്ടലുണ്ടായത് രണ്ടെന്നു കണ്ടളവിലാണ്. ഒന്നെന്ന് കണ്ടിരുന്നെങ്കിൽ ഇണ്ടലില്ല. ഭേദഭാവമുള്ളത് കൊണ്ടാണ് ഇവിടെ എല്ലാ ദുഃഖങ്ങളും ആരംഭിക്കുന്നത്. ദ്വിതീയാദ്വൈ ഭയം ഭവതി. ദ്വിതീയത്തിൽ നിന്നാണ് ഭയം, ദ്വൈതഭാവത്തിൽ നിന്നാണ് ഭയം. അതിഥിയുടെ കുണ്ടലങ്ങൾ അപഹരിച്ചു എന്ന് പറയുമ്പോൾ അത് സൂചന അതാണ്. അതിഥി എന്ന് പറഞ്ഞാൽ തന്നെ ദ്വൈതം കാണാത്ത അവസ്ഥയാണ്. ദിതി ദൈത്യന്മാരുടെ അമ്മയാണ്, അതിഥി ആദിത്യന്മാരുടെ അമ്മയാണ്, അല്ലേ? രണ്ടുപേരുടെയും സ്വഭാവം വിരുദ്ധമായിരിക്കാൻ കാരണം എന്താ? അവരുടെ ഭാവമാണ്. ഒരാൾ ദ്വൈതം കാണുന്നു, മറ്റൊരാൾ ഈശ്വരനെ കാണുന്നു. എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നവളാണ് അതിഥി, എല്ലാറ്റിലും ഭേദബുദ്ധി കാണുന്നവളാണ് ദിതി. ദ്വൈതഭാവമാണ് ദിതി, അദ്വൈതഭാവമാണ് അതിഥി. കുണ്ടലങ്ങൾ എന്ന് പറഞ്ഞാൽ, കർണകുണ്ടലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർണ അലങ്കാരങ്ങൾ, കർണഭൂഷണങ്ങൾ. കർണഭൂഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം. ജ്ഞാനം അപഹരിക്കപ്പെടുമ്പോൾ, അല്ലേ, അതിഥിയുടെ ജ്ഞാനം അപഹരിക്കപ്പെടുമ്പോൾ ആസുരഭാവം വർദ്ധിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് അഹങ്കാരഭാവം. ആ അഹങ്കാരമാണ് നരകാസുരൻ. നമ്മുടെ ഓരോരുത്തരുടെയും അഹങ്കാരം തന്നെയാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള നരകാസുരൻ. ആ നരകാസുരൻ ആരുടെ പുത്രനാണ്? ഭൂമിപുത്രനാണ്, അല്ലേ? ഭൂമി എന്ന് പറഞ്ഞാൽ പൃഥ്വി, പഞ്ചഭൂതങ്ങളുടെ മുഴുവൻ എല്ലാം അടങ്ങിയ ഭാവമാണ് ഭൂമി. ഭൂമിയിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ആകാശവും വായുവും അഗ്നിയും ജലവും. നമ്മൾ സൃഷ്ടിക്രമം പറയുമ്പോൾ എല്ലാറ്റിലും അവസാനമാണ് പൃഥ്വി ഉണ്ടാവുന്നത്. ആ പൃഥ്വിയിലെ മറ്റ് പൂർവ്വഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ സ്ഥൂലഭാവമാണ്. അപ്പോൾ പഞ്ചഭൂതാത്മകമായ ശരീരത്തിലാണ് അഹങ്കാരം ജനിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിലെ ഭൗമൻ ആണ് പാഞ്ചഭൗതികമായ ശരീരത്തിലുണ്ടാകുന്ന ഭൗമഭാവമാണ്, അഥവാ ഭൂമിപുത്രൻ എന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന അഭിമാനമാണ് നരകാസുരൻ, അഹങ്കാരം. ആ അഹങ്കാരത്തെ നശിപ്പിക്കണമെങ്കിൽ മുരാസുരനെ നശിപ്പിക്കണം. മുരാസുരൻ എന്നാൽ 5 മുഖമുള്ള ഒരു പാമ്പിന്റെ രൂപത്തിലാണെന്ന് പറഞ്ഞു. 5 മുഖങ്ങൾ, 5 ഇന്ദ്രിയങ്ങളാണ്. ആ 5 ഇന്ദ്രിയങ്ങളെയും ഏകോപിപ്പിക്കുന്ന മനസ്സാണ് ഇവിടെ മുരാസുരൻ. ഇപ്പൊ നമ്മുടെ മനസ്സിനെ ജയിച്ചാലേ, മനസ്സിന്റെ എല്ലാ നെഗറ്റിവിറ്റികളെയും എല്ലാ ദോഷങ്ങളെയും ജയിച്ചു കഴിഞ്ഞാലേ അഹങ്കാരത്തെ ജയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ നരകാസുരന്റെ കോട്ടയും ഈ ഭൂതങ്ങളെ കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചു. എല്ലാം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമാണ്. അതിൽ അഭിമാനിക്കുന്നവനാണ് നരകാസുരൻ. അതിൻ്റെ കാവൽക്കാരനായിരിക്കുന്നത് പഞ്ചമുഖനായ സർപ്പരൂപത്തിലിരിക്കുന്ന മനസ്സ്. അപ്പോൾ ആ മനസ്സിനെ ജയിച്ചാൽ മാത്രമേ അഹങ്കാരത്തെ ജയിക്കാൻ സാധിക്കുള്ളൂ. അതാണ് മുരാസുരവധം. മുരാസുരവധം കഴിഞ്ഞ് മുരാസുരന്റെ പുത്രന്മാരും മറ്റുമൊക്കെ മറ്റ് പല തത്വങ്ങൾ, സപ്തധാതുക്കളോ അങ്ങനെയുള്ള തത്വങ്ങളൊക്കെ ആയിരിക്കാം 7ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിലൊക്കെയുള്ള അഭിമാനത്തെ ജയിച്ചാലേ നരകാസുരനെ ജയിക്കാൻ കഴിയുള്ളൂ. ആ നരകാസുരനെ ജയിച്ചു കഴിഞ്ഞ് കാണുന്ന കാഴ്ചയാണ് എല്ലാം ഭഗവാനാണെന്നുള്ള കാഴ്ച. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി. അതാണ് ഭൂമിദേവി സ്തുതിച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള തത്വങ്ങൾ ഈ അസുരവധങ്ങളിൽ വ്യാസൻ അടക്കി വച്ചിരിക്കുന്നു, ഈ കഥകളിൽ അടക്കി വച്ചിരിക്കുന്നു. നേരിൽ നടന്നതും ആണ്, ഭഗവാൻ ചെയ്തിട്ടുള്ള ലീലയാണ്. അതോടൊപ്പം ഈ തത്വങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഭഗവാന്റെ ലീലകളെല്ലാം തന്നെ അധ്യാത്മ തത്വങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമാണ്.
വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ പല രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക കൂടിയാണ് ഭഗവാന്റെ ലീലകൾ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാണാം. എന്തായാലും അതിലൊരു സൂചനകളാണ് ഈ ശ്ലോകങ്ങൾ, ഈ സ്തുതിയിൽ എല്ലാം കാണുന്നത് എന്ന് പറയാം. സൂചനകളിൽ നിന്ന് നമ്മൾ വരികൾക്കിടയിലൂടെ തത്വം വായിച്ചെടുക്കണം. കാരണം നമ്മുടെ ഋഷീശ്വരന്മാർ പരോക്ഷമായിട്ടാണ് കാര്യങ്ങൾ പറയുക, നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അന്ന് കാലത്തുള്ള ആളുകളൊക്കെ ചിന്തിക്കാനുള്ള സാമർഥ്യമുള്ളവരായിരുന്നു. കലിയുഗത്തിൽ മന്ദബുദ്ധികളായി തീർന്നു. അതുകൊണ്ട് അക്ഷരാർത്ഥം മാത്രം ഗ്രഹിക്കുന്നു, അതിൻ്റെ ഭാവാർത്ഥം, അതിൻ്റെ തത്വം വിട്ടുപോകുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഭാവാർത്ഥവും ഗ്രഹിക്കാം. ഒന്ന് ചിന്തിച്ചോളൂ. സൂചനകൾ തന്നു ഞാൻ. അത് വെച്ചിട്ട് ഈ കഥയെ വേണ്ട പോലെ മനസ്സിരുത്തി നമ്മുടെ ഉള്ളിലെ നരകാസുരൻ നശിക്കണം. ആ നരകാസുരനെ, അഹങ്കാര തത്വത്തെ നശിക്കാനായിട്ട് ഈ സ്തുതി നമ്മളെ സഹായിക്കും. ഭൂമിദേവിയുടെ ഈ സ്തുതി ഗംഭീര സ്തുതിയാണ്, അഹങ്കാരനാശത്തിനായിട്ടുള്ള സ്തുതിയാണ്. അപ്പോൾ നമുക്കിനി അക്ഷരാർത്ഥം നോക്കാം. ശ്ലോകങ്ങളുടെ അക്ഷരാർത്ഥം നോക്കാം. ത്വം വൈ സിസൃക്ഷൂരജ ഉത്കടം പ്രഭോ തമോ നിരോധായ ബിബർഷി അസംവൃതഃ സ്ഥാനായ സത്വം ജഗതോ ജഗത്പതേ കാലഃ പ്രധാനം പുരുഷോ ഭവാൻ പരഃ. ഇവിടെ പ്രഭോ, ജഗത്പതേ രണ്ട് സംബോധനയാണ് ഈ ശ്ലോകത്തിൽ ഭഗവാനെ വിളിക്കുന്നത്. ജഗൽപതേ, ഈ ജഗത്തിന്റെ രക്ഷക, നായക. പ്രഭോ, സർവസമർത്ഥ, സർവശക്ത. അപ്പൊ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും പരിപാലിക്കാനും സംഹരിക്കാനുമെല്ലാം സാമർഥ്യമുള്ളവനെ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനെ ജഗൽപതേ. ആ സംബോധനയിൽ തന്നെ കാര്യം അടങ്ങിയിട്ടുണ്ട്. ത്വം വൈ ജഗതഃ സിസൃക്ഷു ഉൽക്കടം രജഃ നിരോധായ തമഃ സ്ഥാനായ സത്വം ബിബർഷി. എന്ത് ചെയ്യുന്നു? ത്വം വൈ, അങ്ങ് തന്നെ, അങ്ങ് മാത്രം എന്നും കൂടി അർത്ഥം. ത്വം വൈ, നിന്തിരുവടി മാത്രം. ജഗതഃ സിസൃക്ഷു, ഈ ജഗത്തിന്റെ സൃഷ്ടിക്ക് ഇച്ഛിക്കുന്നവനായിട്ട്. സ്രഷ്ടുമിച്ഛ സിസൃക്ഷ, അതുള്ളവൻ സിസൃക്ഷു, സ്രഷ്ടും ഇച്ഛു. അപ്പൊ സൃഷ്ടിക്കാൻ ഇച്ഛിക്കുന്നവനായിട്ട് ഉൽക്കടം രജഃ ബിബർഷി, ഉൽക്കടമായ രജസ്സിനെ ധരിക്കുന്നു, വർദ്ധിച്ച രജസ്സിനെ ധരിക്കുന്നു ബ്രഹ്മാവിന്റെ രൂപത്തിൽ. സൃഷ്ടികർത്താവായ ബ്രഹ്മാവായി രജോഗുണം ധരിച്ചുകൊണ്ട് അന്ന് സൃഷ്ടി നടത്തുന്നു. അതുപോലെ നിരോധായ തമഃ, ഈ പ്രപഞ്ചത്തിന്റെ നിരോധത്തിന് അഥവാ നാശത്തിന്, സംഹാരത്തിനായിക്കൊണ്ട് തമോ ഗുണത്തെ സ്വീകരിച്ച് രുദ്രനായി, സംഹാരരുദ്രനായി ഇതിനെ സംഹരിക്കുന്നു. അതാണ് നിരോധായ തമഃ. സ്ഥാനായ സത്വം, സ്ഥാനായ സ്ഥിതയെ, ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതിക്കായിക്കൊണ്ട് സത്വം ബിബർഷി, സത്വഗുണത്തെ ധരിച്ച് വിഷ്ണു രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ അങ്ങ് പരിപാലിക്കുന്നു. സത്വം ബിബർഷി. അപ്പൊ ഇങ്ങനെ മൂന്ന് ഗുണങ്ങൾ, രജസ്, തമസ്, സത്വം. സൃഷ്ടിക്ക് ബ്രഹ്മരൂപത്തിൽ രജോ ഗുണം സ്വീകരിക്കുന്നു, സംഹാരത്തിന് രുദ്രരൂപത്തിൽ തമോ ഗുണം സ്വീകരിക്കുന്നു, സ്ഥിതിക്ക് പരിപാലനത്തിന് സത്വഗുണം വിഷ്ണു രൂപത്തിൽ സ്വീകരിക്കുന്നു. അങ്ങ് ആരാണ്? അസംവൃതഃ പുരുഷഃ പരഃ ഭവാൻ കാലഃ പ്രധാനം. അപ്പൊ അങ്ങ് തന്നെയാണ് അസംവൃതഃ പുരുഷഃ, സത്വപ്രധാനമായി അസംവൃതനായിട്ട്. അസംവൃതൻ സംവരണം അഥവാ കവറിംഗ് ഇല്ലാത്തവൻ, ആവരണമില്ലാത്തവൻ, ശുദ്ധസത്വം എന്നർത്ഥം. തുറന്നവൻ, മറയ്ക്കപ്പെടാത്തവൻ ഒക്കെയാണ് അസംവൃതഃ. അസംവൃതഃ പുരുഷഃ, അങ്ങ് തന്നെയാണ് പരനായ പുരുഷൻ, പരഃ പുരുഷഃ.
പുരുഷോത്തമൻ അഥവാ പരനായ പുരുഷനാകുന്നു അങ്ങ്. അങ്ങനെയുള്ള ഭവാൻ അങ്ങ് തന്നെയാണ്. കാലഹ, ഈ സൃഷ്ടിക്ക് ബേസാവുന്ന കാലവും, അല്ലെ, കാലത്തിലാണ് സൃഷ്ടി നടക്കുന്നത്. അതുപോലെ പ്രധാനം എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി തന്നെയാണ്. എല്ലാറ്റിനെയും പ്രകർഷേണ ധരിച്ചിരിക്കുന്ന 24 തത്വങ്ങളെയും ധരിച്ചിരിക്കുന്നതിനെയാണ് പ്രധാനം എന്ന് പറയുന്നത്. എല്ലാം ധരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസിനെ എല്ലാറ്റിനെയും ചേർത്താണ് പ്രധാനം എന്ന് പറയുന്നത്. ആ പ്രധാനവും ഇപ്പോൾ ഈ സൃഷ്ടിക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ സൃഷ്ടിയുടെ ബേസ് ആയിരിക്കുന്ന കാലവും ഇതിനെ നിർമ്മിക്കുന്ന പരമപുരുഷൻ നിമിത്ത കാരണം, മറ്റത് പ്രധാനം ഉപാദാന കാരണം, കാലം സഹയോഗി കാരണം, ഇങ്ങനെ എല്ലാ കാരണങ്ങളും അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെയാണ് എല്ലാമായി തീർന്നിരിക്കുന്നത്. അങ്ങ് തന്നെയാണ് ഇതിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്നതും. അങ്ങല്ലാതെ മറ്റൊരു വസ്തു ഈ ജഗത്തിൽ ഇല്ല. എല്ലാം അങ്ങയിൽ നിന്ന് അങ്ങ് തന്നെ സൃഷ്ടിച്ചത്, അങ്ങ് തന്നെ പരിപാലിക്കുന്നത്, അങ്ങ് തന്നെയാണ് സംഹരിക്കുന്നത്. അങ്ങയിലേക്ക് തന്നെയാണ് എല്ലാം ചെന്നു ചേരുന്നതും. ഈ ഒരു ശ്ലോകം നല്ലതുപോലെ വിചാരം ചെയ്ത് ഉറപ്പിച്ചാൽ ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ സാരം കൂടിയായി. ജന്മാദ്യസ്യ യതഃ എന്ന ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ ആശയവുമായി. സത്യം പരം ധീമഹി. ത്വം വൈസി സൃക്ഷൂരജ ഉത്കടം പ്രഭോ തമോ നിരോധായ വിഭർഷ്യ സംവൃതഃ സ്ഥാനായ സത്വം ജഗതോ ജഗത്പതേ കാലഃ പ്രധാനം പുരുഷോ ഭവാൻ പരഃ. അഹം പയോ ജ്യോതിർ അധാനിലോ നഭോ മാത്രാണി ദേവാ മന ഇന്ദ്രിയാണി കർത്താ മഹാനിത്യഖിലം ചരാചരം ത്വയ്യദ്വിതീയേ ഭഗവൻ അയം ഭ്രമഃ. അഹം പയോ ജ്യോതിരദാനിലോ നഭോ മാത്രാണി ദേവാ മന ഇന്ദ്രിയാണി കർത്താ മഹാനിത്യഖിലം ചരാചരം ത്വയ്യദ്വിതീയേ ഭഗവൻ അയം ഭ്രമഃ. അപ്പൊ അതൊന്നുകൂടെ ഉറപ്പിക്കുന്നൊരു ശ്ലോകമാണ്. പ്രധാനം എന്ന് പറഞ്ഞുവല്ലോ, ആ പ്രധാനത്തിനെ വിശദീകരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രധാനത്തിൽ അടങ്ങിയിരിക്കുന്നത്? പ്രധാനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്തൊക്കെയാണ്? പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, 10 ഇന്ദ്രിയങ്ങൾ, 4 അന്ധക്കരണങ്ങൾ. ഈ 24 ഈ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോൾ പ്രധാനത്തിൽ അടങ്ങിയിരിക്കുന്ന 24 തത്വങ്ങളും അങ്ങ് തന്നെയാണ്. അദ്വിതീയനായ അങ്ങയിൽ തോന്നുന്ന ഭ്രമം മാത്രമാണ്. ഏകമായ സ്വർണത്തെ ജ്വല്ലറിയിൽ പോകുമ്പോൾ നമ്മൾ കണ്ട് ഭ്രമിക്കുന്നു. ഏതാ നോക്കണ്ട് എന്നുള്ളതാണ്. കണ്ണ് അഞ്ചിപ്പോകുന്നു, അല്ലേ? ആഭരണ ഭ്രമമുള്ള സ്ത്രീകൾക്ക് നല്ല വലിയൊരു ജ്വല്ലറിയിലേക്ക് കയറി കഴിഞ്ഞാൽ, അത് പല നിലകളുള്ള ജ്വല്ലറിയാണെങ്കിൽ പെട്ടു. എല്ലാം കാണാതെ എങ്ങനെയാ പുറത്തേക്ക് വരിക? എല്ലാം കണ്ടു കഴിയുമ്പോഴോ എത്രയോ ദിവസത്തേക്ക് തലയ്ക്കകത്ത് കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഈ കണ്ട ചിത്രങ്ങളൊക്കെ, ഈ കണ്ട രൂപങ്ങളൊക്കെ. അതിൽ ചിലതിനൊക്കെ പ്രത്യേക അട്രാക്ഷൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിനുള്ള വഴി ഉണ്ടാക്കുകയാണ് പിന്നെ, അല്ലേ? എവിടുന്നാണ് അതിന് ധനം ഉണ്ടാക്കേണ്ടത്? ഭർത്താവിനെ എന്ത് പറഞ്ഞാണ് കൺവിൻസ് ചെയ്യേണ്ടത്? എങ്ങനെ, എന്ത് വിറ്റിട്ട്, എന്ത് പണയം വെച്ചിട്ട്, എന്ത് മാറ്റിക്കൊടുത്തിട്ട് ഇതൊക്കെ വാങ്ങിക്കാം? ആകെ ഇരിക്കപ്പുറതിയില്ല. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു നിമിഷം ഇരിക്കാൻ പറ്റില്ല. അവരാകെ അസ്വസ്ഥരായിരിക്കും അത് സ്വന്തമാക്കുന്നത് വരെ. കയ്യിലുണ്ട് കുറെ സ്വർണം. ഈ സ്വർണവും ആ സ്വർണവും സ്വർണം തന്നെയാണ്. പക്ഷെ ഇത് മടുത്തുപോയി. ഈ കയ്യിലുള്ളതെല്ലാം ധരിച്ച് ധരിച്ച് മടുത്തുപോയി. പിന്നെ എന്താ ചെയ്യുക? വേറെ പൈസയൊന്നും ഇല്ലെങ്കിൽ ഇതിനെ തന്നെ കൊണ്ടു കൊടുത്ത് ജ്വല്ലറിക്കാരെ നന്നാക്കാം, അല്ലേ? കുറെ പണിക്കൂലിയായിട്ടും ടാക്സായിട്ടും
മറ്റു പലതായിട്ടും കുറെ കൂടുതൽ അങ്ങോട്ട് കൊടുത്ത് കുറച്ച് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് വരാം. 10 പവൻ അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ 9 പവൻ തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം. അതുപോലെയാണ് പല സ്ത്രീകളുടെ ഇടപാടുകൾ, കച്ചവടങ്ങൾ. ഭ്രമം കൊണ്ട്, വെറും ഭ്രമത്തിന്റെ നഷ്ടമാണിതെല്ലാം. അപ്പൊ ഈ കേൾക്കുന്ന നിങ്ങൾക്കെങ്കിലും ആ ഭ്രമം ഇല്ലാതിരിക്കട്ടെ, ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെറും ഭ്രമം കൊണ്ടാണ് ഇത്രയും നഷ്ടം. അപ്പൊ ഏകമായ സ്വർണത്തെ അനേകമായി പലതായി കണ്ട് ഭ്രമിക്കുന്നത് പോലെ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ആരാ സ്തുതിക്കുന്നത്? അഹം. ആരാ ഈ അഹം? ഭൂമിദേവി. അപ്പൊ പൃഥ്വി അഹം. പയഹ എന്ന് പറഞ്ഞാല് ജലം. ജ്യോതിഹി എന്ന് പറഞ്ഞാല് അഗ്നി. അത് പിന്നെ അനിലഹ വായു. നഭഃ ആകാശം. അപ്പോ പൃഥ്വി, ജലം, ജ്യോതിസ് അഥവാ അഗ്നി, അനിലൻ അഥവാ വായു, നഭഃ അഥവാ ആകാശം. പഞ്ചഭൂതങ്ങളായി മാത്രാണി. മാത്രാണി എന്ന് പറഞ്ഞാലോ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളാകുന്ന 5 തന്മാത്രകൾ. ഈ പഞ്ചഭൂതങ്ങളുടെ മാത്രകളാണ് മാത്രാണി എന്ന് പറഞ്ഞത്. ദേവാഹ, ദേവന്മാരെന്ന് പറഞ്ഞാല് ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ ചൈതന്യവത്താക്കുന്ന ഈശ്വരാംശം. മനഃ, മനസ്സ്, ഇന്ദ്രിയാണി, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. ഇന്ദ്രിയാണി. കർത്ത എന്ന് പറഞ്ഞാല് അഹങ്കാരം. അഹങ്കാരതത്വത്തെയാണ് ഇവിടെ കർത്ത. മഹാൻ എന്നാൽ മഹത്തത്വം, ബുദ്ധിതത്വം. അപ്പൊ മനസ്സ്, അഹങ്കാരം, ബുദ്ധി, ഇതെല്ലാം ചേർത്ത് ഇതി അഖിലം ചരാചരം. ഇങ്ങനെ ഈ 24 തത്വങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന മുഴുവൻ ചരാചരാത്മകമായ ജഗത്തും ത്വയി അദ്വിതീയേ ഭഗവൻ അയം ബ്രഹ്മഃ. ഹേ ഭഗവൻ, അല്ലയോ സർവ ഐശ്വര്യ പരിപൂർണനായ ഭഗവാനെ, അദ്വിതീയേ ത്വയി, രണ്ടില്ലാത്തവനായ അങ്ങയിൽ, അയം, ഈ പറഞ്ഞതെല്ലാം, ഈ നാനാത്വമെല്ലാം, ബ്രഹ്മഃ, വെറും ഭ്രമം മാത്രമാണ്. വിചാരം ചെയ്യാത്തത് കൊണ്ട് തോന്നുന്നതാണ്. വിചാരം ചെയ്യേണ്ടത് എങ്ങനെ? സത്യം പരം ധീമഹി. അത് തന്നെയാണ് മുൻ ശ്ലോകത്തിൽ പറഞ്ഞ ത്വം വൈസി സൃക്ഷൂരച ഉത്കടം പ്രഭോ തമോ നിരോധായ വിമർശ്യ സംവൃതഃ സ്ഥാനായ സത്വം ജഗദോ ജഗത്പതേ കാലഃ പ്രധാനം പുരുഷോ ഭവാൻ പരഃ. സത്യം പരം ധീമഹി. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഈ 24 തത്വങ്ങളെല്ലാം തന്നെ ഏകനായ അങ്ങയിൽ കാണുന്ന നാനാത്വം. അപ്പൊ എന്താണ് കാണേണ്ടത്? നാനാത്വത്തിൽ ഏകത്വം. അഹം പയോ ജ്യോതിരധാനിലോ നഭോ മാത്രാണി ദേവാ മന ഇന്ദ്രിയാണി കർത്താമഹാനിത്യഖിലം ചരാചരം ത്വയി അദ്വിതീയേ ഭഗവൻ അയം ബ്രഹ്മഃ. അപ്പോ ഈ കാണുന്ന നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുക എന്നത് നമ്മുടെ
തത്വശാസ്ത്രങ്ങളാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. നമ്മുടെ ഉപനിഷത്തുക്കളാണ്, നമ്മുടെ പുരാണങ്ങളാണ്, നമ്മുടെ ഇതിഹാസങ്ങളാണ്, ഗീതയാണ് ഇതെല്ലാം വിളിച്ചു പറയുന്നത്. പക്ഷെ ഇതറിയാത്ത രാഷ്ട്രീയക്കാര് ഇതെന്തോ പുതിയ സംഭവമാണ്, ആ അഭിനവ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കണ്ടുപിടുത്തമാണ് ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് ധരിച്ചു വശായിട്ടുണ്ട്. അല്ലേ? അങ്ങനെ ഇരിക്കട്ടെ, അവരതിനെ അംഗീകരിക്കുമല്ലോ. നമ്മുടെ പാകിസ്ഥാൻ ആക്രമണം കഴിഞ്ഞ് നമ്മുടെ MP-മാരുടെ സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിൽ ഡെലിഗേറ്റ് ചെയ്ത് ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ട് ചെന്ന് 6-7 പേരുള്ള ഗ്രൂപ്പുകളാണ് പല ഭാഗങ്ങളായി ലോകത്തെ തിരിച്ച് ചെന്നത്. അപ്പോൾ അതിൽ നമ്മുടെ എന്താ പറയുക, തമിഴ്നാട്ടിൽ നിന്നുള്ള കരുണാനിധിയുടെ മകൾ കനിമൊഴിയുമുണ്ട്. വാസ്തവത്തിൽ അവൾ എപ്പോഴും ആൻറ്റി ഹിന്ദുയിസം അഥവാ ആൻറ്റി സനാതനധർമ്മം, ആൻറ്റി BJP, ആൻറ്റി മോദി ഒക്കെയാണ്. പക്ഷെ അവിടെ ഇങ്ങനെ ആരൊക്കെയാണോ എതിരായിരുന്നത് അവരെ തന്നെ തെരഞ്ഞെടുത്ത് ഈ ഡെലിഗേറ്റ് ചെയ്തത് മോദിജിയുടെ സാമർഥ്യമാണ്. എല്ലാവരെയും രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കുന്നവരാക്കി തീർത്തു. അവർക്കൊന്നും വേറൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അവരെ വേണ്ട പോലെ നിർദ്ദേശങ്ങൾ കൊടുത്ത് അയച്ചു. അവരെല്ലാം പെട്ടുപോയി. അപ്പോൾ നമ്മുടെ കനിമൊഴിയോട് ഏതോ രാജ്യത്ത് വെച്ച ആരോ ഇന്റർവ്യൂ പോലെ മറ്റേ ഇതുണ്ട്, ഇന്ററാക്ഷൻ ഉണ്ട്, സംവാദമുണ്ട്, പത്രക്കാരും അതുപോലെയുള്ളവരൊക്കെ ആയിട്ട്. അപ്പോൾ അവർ ഈ വൈവിധ്യങ്ങൾ നിറഞ്ഞ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഈ ഇന്ത്യ രാജ്യത്ത് ഇത്രയും ഭാഷകളും ഇത്രയും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടും നിങ്ങളെ ഒന്നിച്ചു നിർത്തുന്നത് എന്താണ് എന്ന് ചോദിച്ചതിന് നമ്മുടെ ആധ്യാത്മികതയാണ്, നമ്മുടെ സനാതന ധർമ്മമാണ് എന്ന് പറയാൻ മടിയുള്ളത് കൊണ്ട് എങ്ങനെയോ അതിൻ്റെ വായിൽ വന്നത് അത് ഈ ഭാരതത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു ആദർശമാണ് എന്ന് പറയേണ്ടി വന്നു. വാസ്തവത്തിൽ എന്താണ് ഈ നാനാത്വത്തിൽ ഏകത്വം? അത് നമ്മുടെ ആധ്യാത്മികതയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും ശാസ്ത്രങ്ങളും എല്ലാം കൂടി ലോകത്തിന് കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരു വിഷനാണത് നാനാത്വത്തിൽ ഏകത്വം. ആധ്യാത്മിക ദർശനമാണ്. നാനാനാമരൂപങ്ങളൊക്കെ കാണുമ്പോഴും അതിൻ്റെ എല്ലാം ആധാരമായിരിക്കുന്ന വസ്തു, അതിൻ്റെ എല്ലാം കാരണമായിരിക്കുന്ന വസ്തു ഒന്നു തന്നെയാണ് എന്നുള്ള ആ വിഷൻ, അതാണ് നാനാത്വത്തിൽ ഏകത്വം. പക്ഷെ അതിൻ്റെ കൂടുതൽ ഡീപ്പിൽ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സനാതനധർമ്മമാണ് ഞങ്ങളെ ഒന്നിച്ചു നിർത്തുന്നത്, ഹിന്ദുധർമ്മമാണ് ഈ രാഷ്ട്രത്തെ ഒന്നിച്ചു നിർത്തുന്നത് എന്ന് പറയാൻ മടിയുള്ളത് കൊണ്ടോ നിവൃത്തികേട് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞത് നാനാത്വത്തിൽ ഏകത്വമാണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വിശേഷം, ഞങ്ങളുടെ ബ്യൂട്ടി. ഈ നാനാത്വത്തിൽ ഏകത്വം വെറുതെ പറഞ്ഞാലുണ്ടാകുമോ? ആരെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ടുണ്ടാകുമോ? അത് നമ്മുടെ ദർശനമാണ്, അതാണ് സത്യം. ഭാരതീയ ദർശനങ്ങളുടെ എല്ലാം അന്തർധാര അതാണ്. അതുകൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത്. എവിടെ ചെന്നാലും ഹൈന്ദവ ക്ഷേത്രങ്ങളും തീർത്ഥസ്ഥാനങ്ങളും അതുപോലെയുള്ളതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളും ഇതെല്ലാം അല്പാൽപ്പം വ്യത്യാസമെല്ലാം ഉണ്ടെങ്കിലും എല്ലാം നമ്മളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങ് കാശിയിൽ നിന്ന് ഇങ്ങ് രാമേശ്വരത്ത് നിന്ന് അങ്ങ് കാശിക്ക് പോകുന്നു, കാശിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് വരുന്നു, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരത്തിലേക്ക് പോകുന്നു, കാശ്മീരത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്കും കർണാടകത്തിലേക്കും വരുന്നു, ആസാമിലെ കാമാഖ്യയിലേക്ക് പോകുന്നു, നമ്മൾ ഗുജറാത്തിലെ ദ്വാരകയിലേക്ക് പോകുന്നു. ഇതൊക്കെ ഓരോരോ
അല്ലേ? ഓരോ മൂലകളാണ്. കന്യാകുമാരി എന്നത് ദേവിയുടെ ക്ഷേത്രം ഏറ്റവും അറ്റത്ത് മുനമ്പിലാണ്. കാമാഖ്യ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ ഏറ്റവും അറ്റത്ത് കിടക്കുന്നു. ദ്വാരക എന്നത് ഈസ്റ്റ് ഏറ്റവും ഇതായിട്ട് കിടക്കുന്നു. കാശ്മീരിൽ ശാരദാക്ഷേത്രവും അമർനാഥും അതുപോലെ കേദാർനാഥ്, ബദ്രീനാഥ് മുതലായിട്ടുള്ള ശൃംഗങ്ങളും എല്ലാം ഭാരതത്തിന് ചുറ്റുമായിട്ട് ബോർഡറിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് 12 ജ്യോതിർലിംഗങ്ങൾ, 51 ശക്തിപീഠങ്ങൾ, വിവിധങ്ങളായ തിരുപ്പതികൾ, എന്തെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ളവർക്ക് ഇരിക്കപ്പുറതിയില്ല. അങ്ങ് കേദാർനാഥ് കാണണം, കൈലാസം കാണണം, കാശ്മീരം കാണണം എന്ന് പറഞ്ഞ് അല്ലേ ഭാരതീയരെ എല്ലാ ഭാഗത്തേക്കും തീർത്ഥാടനത്തിനായിക്കൊണ്ട് പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഈ ആധ്യാത്മിക തത്വങ്ങളാണ്. ഇതാണ് നമ്മളെ ഒന്നിച്ചു നിർത്തുന്നത്. ശങ്കരാചാര്യർ ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് ഈ ഭാരതം ഇന്നും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. അപ്പം ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പറയാൻ വയ്യാതെ രാഷ്ട്രീയം കൊണ്ട് പരിമിതമായ വാക്കുകൾ കൊണ്ട് കാര്യങ്ങൾ പറയുന്നു, നിവൃത്തികേട് കൊണ്ട്. എന്തായാലും അത്രയെങ്കിലും പറഞ്ഞുവല്ലോ. അതിന് വലിയ കയ്യടി ഉണ്ടായി. ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ ആ സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു. എന്തായാലും എല്ലാം ഈശ്വര നിശ്ചയമാണ്. ഇതെല്ലാം ഇങ്ങനെ ഇവരെ കൊണ്ടൊക്കെ കളിപ്പിക്കുന്നത്. സനാതനധർമ്മം മലേറിയ പോലെയുള്ള ഒരു രോഗമാണ്. അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് ഈ കനിമൊഴിയുടെ സഹോദരൻ്റെ പുത്രി തന്നെയാണ് പറഞ്ഞത്. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി അല്ലേ? സ്റ്റാലിനും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാം. എന്തായാലും നമുക്ക് കഥയിലേക്ക് വരാം. അദ്വിതീയനായ അങ്ങയിൽ ബ്രഹ്മമാണ് ഈ നാനാത്വം എന്ന് 30-ാം ശ്ലോകം. തസ്യാത്മജോയം തവ പാദപങ്കജം ഭീതഃ പ്രപന്നാർത്തിഹരോപസാദിതഃ തത്പാലയൈനം കുരു ഹസ്തപങ്കജം ശിരസ്യ മുഷ്യാഖിലകൽമഷാപഹം. തസ്യാത്മജോയം തവ പാദപങ്കജം ഭീതഃ പ്രപന്നാർത്തിഹരോപസാദിതഃ തത്പാലയൈനം കുരു ഹസ്തപങ്കജം ശിരസ്യ മുഷ്യാഖിലകൽമഷാപഹം. ഇനി ഭൂമിദേവിയുടെ അപേക്ഷയാണ്. നരകാസുരന്റെ പുത്രനായ ഭഗദത്തനെ ഉപദ്രവിക്കരുതേ, വധിച്ചു കളയരുതേ, അവൻ അഭയം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് പ്രപന്നാർത്തിഹര. 2ാമത്തെ വരിയിലുണ്ട് പ്രപന്നാർത്തിഹര സംബോധനയാണ്. ശരണം പ്രാപിച്ചവരുടെ ദുഃഖത്തെ ഹരിക്കുന്നവനെ ഞാനിതാ ശരണം പ്രാപിക്കുകയാണ്. ഇതാ ഇവനും അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്. പ്രപന്നന്മാരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആർത്തിയെ ഹരിച്ചു തന്നാലും ഹേ പ്രപന്നാർത്തിഹര. ഭീതഃ തസ്യ ആത്മജഃ അയം. തസ്യ അവന്റെ നരകാസുരന്റെ ആത്മജഃ അയം പുത്രനാകുന്നു ഇവൻ. ഭീതനായി നിൽക്കുന്നു, ഭയപ്പെട്ടു നിൽക്കുന്നു. ഭീതഃ തസ്യ ആത്മജഃ അയം തവ പാദപങ്കജം ഉപസാദിതഃ. ഹേ പ്രപന്നാർത്തിഹര ഉപസാദിതഃ. ഉപസാദിതഃ സമീപത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്തിന്റെ? തവ പാദപങ്കജം അങ്ങയുടെ പാദകമലത്തെ ശരണം പ്രാപിച്ചിരിക്കുന്നു. തത് അതുകൊണ്ട് ഏനം പാലയ. പാലയ ഏനം. ഏനം ഇവനെ പാലയ, രക്ഷിച്ചാലും പരിപാലിച്ചാലും അവനെ വധിക്കരുത്. ഏനം പാലയ. അഖില കൽമഷാപഹം ഹസ്തപങ്കജം അമുഷ്യ ശിരസി കുരു. അങ്ങയുടെ ഹസ്തപങ്കജം, അങ്ങയുടെ താമര പോലെയുള്ള കൈകൾ, ആ കയ്യിനെ അമുഷ്യ ശിരസി കുരു, ഇവന്റെ ശിരസിൽ ചെയ്താലും. ഇവന്റെ ശിരസ് അല്ല, അങ്ങയുടെ കയ്യ് എങ്ങനെയുള്ളത്? അഖില കൽമഷാപഹം.
എല്ലാ കൽമഷങ്ങളെയും നശിപ്പിക്കുന്നതാണ് അങ്ങയുടെ കൈകൾ, ഹസ്തപങ്കജം. അതിന്റെ സ്പർശമേറ്റ് കഴിയുമ്പോൾ ഇവന്റെ എല്ലാ പാപവും, ഇവൻ നരകാസുരന്റെ മകനായി ജനിച്ചു എന്നുള്ള എല്ലാ ദോഷവും തീർന്ന് അവൻ പവിത്രനായി തീരുന്നു. അമുഷ്യ ശിരസി കുരു, അവന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണേ. അവനെ വധിക്കരുതേ. അവൻ ഭയപ്പെട്ടു നിൽക്കണു. അവൻ അഭയം കൊടുത്താലും അവനെ പാലിച്ചാലും തൽപാലയനം കുരു ഹസ്തപങ്കജം ശിരസി അമുഷ്യ അഖില കൽമഷാപഹം. അപ്പൊ ഭഗദത്തന് അഭയം കൊടുക്കണമെന്ന് ഭൂമി അപേക്ഷിക്കുകയാണ് ഭഗവാനോട്. തുടർന്ന് എന്ത് സംഭവിക്കുന്നു? ശ്രീശുകവാച ഇതി ഭൂമ്യാർത്തിതോ വാഗ്ഭിഃ ഭഗവാൻ ഭക്തി നമ്രയാ ദത്വാ ഭയം ഭൗമഗൃഹം പ്രാവിശത് സകലർദ്ധിമത്. ശ്രീശുകവാച ഇതി ഭൂമ്യാർത്തിതോ വാഗ്ഭിഃ ഭഗവാൻ ഭക്തി നമ്രയാ ദത്വാ ഭയം ഭൗമഗൃഹം പ്രാവിശത് സകലർദ്ധിമത്. ശുകബ്രഹ്മർഷി തുടരുന്നു. ഇതി ഇപ്രകാരം ഭൂമ്യാ അർത്തിതഃ ഭഗവാൻ, ഇപ്രകാരം ഭൂമിയാൽ അർത്തിക്കപ്പെട്ടു ഭഗവാൻ. എങ്ങനെയുള്ള ഭൂമ്യാ? ഭക്തി നമ്രയാ ഭൂമ്യ, ഭക്തി കൊണ്ട് നമ്രയായ വിനീതയായ ഭൂമിയാൽ. എങ്ങനെ അർത്തിക്കപ്പെട്ടു? വാഗ്ഭിഃ അർത്തിതഃ, വാക്കുകളെ കൊണ്ട് അർത്തിക്കപ്പെട്ടു. അപ്പോ ഭക്തി നമ്രയായ ഭൂമിയാൽ ഇപ്രകാരം വാക്കുകളെ കൊണ്ട് അർത്ഥിക്കപ്പെട്ടതായിട്ടുള്ള ഭഗവാൻ അഭയം ദത്വാഭയം, അഭയം നൽകിയിട്ട് ആർക്ക്? ആ ഭീതനായി നിൽക്കുന്ന ഭഗദത്തന് അഭയം നൽകി, അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആ ഭഗദത്തനെ അനുഗ്രഹിച്ചു. എന്നിട്ട് ഭഗദത്തനോടും കൂടി ഭൗമന്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. ഭൗമഗൃഹം പ്രാവിശത്, നരകാസുരന്റെ കൊട്ടാരത്തിലേക്കും അന്തഃപുരത്തിലേക്കുമെല്ലാം പ്രവേശിച്ചു. ഭൗമഗൃഹം പ്രാവിശത് എങ്ങനെയുള്ളത്? സകല ഋദ്ധിമത്, എല്ലാ ഋദ്ധിയോടും ഐശ്വര്യത്തോടും കൂടിയതായിട്ടുള്ള ആ കൊട്ടാരത്തിലേക്ക് ഭഗവാൻ ഭഗദത്തനോടും ഭൂമിയോടും കൂടി പ്രവേശിച്ചു. സത്യഭാമ എന്തായാലും കൂടെ ഉണ്ടാവും. തത്ര രാജന്യകന്യാനാം ഷട്സഹസ്രാധികായുതം ഭൗമാഹൃതാനാം വിക്രമ്യ രാജഭ്യോ ദദൃശേ ഹരിഃ. തത്ര രാജന്യകന്യാനാം ഷട്സഹസ്രാധികായുതം ഭൗമാഹൃതാനാം വിക്രമ്യ രാജഭ്യോ ദദൃശേ ഹരിഃ. തത്ര ഹരിഃ ദദൃശേ, അവിടെ ഹരി കണ്ടു. എന്താ കണ്ടത്? ഷട്സഹസ്രാധികായുധം രാജന്യകന്യാന ഭൗമാഹൃതാന, ഭൗമനാൽ ആഹരിക്കപ്പെട്ട, എവിടുന്ന്? രാജഭ്യഃ വിക്രമ്യ, രാജഭ്യഃ എന്ന് പറഞ്ഞാൽ അനേക രാജാക്കന്മാരിൽ നിന്ന് വിക്രമ്യ, അവരെ വിക്രമിച്ചിട്ട്, അവരെ ആക്രമിച്ചിട്ട്, അവരെ പരാജയപ്പെടുത്തിയിട്ട് പല രാജ്യങ്ങളിലും ചെന്ന് അവിടുത്തെ രാജാക്കന്മാരുടെ കുമാരിമാരെ, കന്യകമാരെ നരകാസുരൻ അപഹരിച്ചു കൊണ്ടുവന്നിരിക്കണം. അതാണ് രാജഭ്യഃ വിക്രമ്യ ഭൗമാഹൃതാനാം, ഭൗമനാൽ ആഹരിച്ചു കൊണ്ടുവരപ്പെട്ട, അപഹരിക്കപ്പെട്ട രാജന്യകന്യാനാം, രാജസ്ത്രീകളുടെ ഷട്സഹസ്രാധിക അയുധം, ഷട്സഹസ്രാധിക അയുധം. ഇപ്പൊ ഷട്സഹസ്രം 16, അയുധം എന്ന് പറഞ്ഞാൽ 10,000 അതിൽ ഷട്ട് അധികം 6 + 10 16,000. അല്ല സോറി, അയുധം 10,000, ഷട്സഹസ്രം 6,000. അപ്പൊ 6,000-ഉം 10,000-ഉം 16,000 അങ്ങനെ കൂട്ടാം. ഷട്സഹസ്രം പ്ലസ് അയുധം, അധികം എന്നുള്ളത് പ്ലസ് കൂട്ടിയാൽ മതി. ഷട്സഹസ്രം പ്ലസ് അയുധം 16,000. ഹരിഹി ദദൃശേ, ആ രാജന്യ കന്യകമാരെ 16,000 പേരെ ഹരി അവിടെ കണ്ടു എന്നാണ്. ഇനി വേറെ ചില പുരാണങ്ങളിലും നമ്മുടെ ഇതിൽ തന്നെ ദശമസ്കന്ധത്തിലെ അവസാന അധ്യായത്തിലും 90-ാം അധ്യായത്തിലും 16,100 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു അസംഖ്യം എന്ന് സൂചിപ്പിക്കാനാണ്, സംഖ്യയില്ലാതോളം എന്ന് സൂചിപ്പിക്കാനാണ്
ഇവിടെ 16,000 അവിടെ 16,100 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇത്രയും പേരെ ഭഗവാൻ കണ്ടു. തം പ്രവിഷ്ടം സ്ത്രിയോ വീക്ഷ്യ നരവീരം വിമോഹിതാഃ മനസാവവ്രിരേഭീഷ്ടം പതിം ദൈവോപസാദിതം. തം പ്രവിഷ്ടം സ്ത്രിയോ വീക്ഷ്യ നരവീരം വിമോഹിതാഃ മനസാവവ്രിരേഭീഷ്ടം പതിം ദൈവോപസാദിതം. പ്രവിഷ്ടം നരവീരം തം വീക്ഷ്യ, പ്രവേശിച്ച നരവീരനായ അവനെ അഥവാ ഭഗവാനെ കണ്ടിട്ട്, വിമോഹിതാഹ സ്ത്രീയഃ, വല്ലാതെ മോഹിച്ചവരായ ഭഗവാന്റെ സൗന്ദര്യവും ഗാംഭീര്യവും ഒക്കെ കണ്ട് മോഹിതരായ സ്ത്രീകൾ ദൈവോപസാദിതം അഭീഷ്ടം പതിം മനസാ വവ്രിരെ, ഇത് ദൈവത്താൽ ഉപസാദിതമാണ്, തങ്ങളുടെ അടുത്തേക്ക് പ്രാപിക്കപ്പെട്ടിരിക്കുന്നതാണ്, അവരുടെ പ്രാരബ്ധം, അവരുടെ വിധി, അവരുടെ ഭാഗ്യം എന്നൊക്കെ പറയാം ഈ ദൈവശബ്ദത്തിന്. അപ്പൊ ദൈവത്താൽ, ഈശ്വര നിയമങ്ങളാൽ സമീപത്തെത്തിക്കപ്പെട്ട അഭീഷ്ടം പതി, ഏറ്റവും എല്ലാവരും പ്രിയമായി ഇഷ്ടപ്പെടുന്ന പതിയായിട്ട് മനസാവവ്രിരേ, എല്ലാവരും മനസ്സുകൊണ്ട് വരിച്ചു. ഈ ഭഗവാനെ അവര് പതിയായിട്ട് വരിക്കുന്നു. അതാണ് അവരുടെ പ്രാർത്ഥനയാണ് അടുത്ത ശ്ലോകം. ഭൂയാത് പതിരയം മഹ്യം ദാദാ തദനുമോദതാം ഇതി സർവാഃ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദദുഃ. ഭൂയാത് പതിരയം മഹ്യം ദാദാ തദനുമോദതാം ഇതി സർവാഃ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദദുഃ. ഇവിടെ ഓരോരുത്തരും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം, തനിത്തനിയേ. ഗോപികമാര് ഒന്നിച്ച് പ്രാർത്ഥിച്ചു അല്ലേ? കാത്യായനി മഹാമായേ മഹായോഗിന്യദീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. രുക്മിണീ ദേവി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. നമസ്യേ ത്വാംബികേ ഭീഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണഃ തദനുമോദതാം. ഇവിടെപ്പോ ഈ 16,000 പേരും അവരവരുടെ ഹൃദയത്തിൽ, മനസ്സിൽ രഹസ്യമായിട്ടാണ് പ്രാർത്ഥിച്ചത്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഭൂയാത് പതിഹി അയം മഹ്യം, അയം ഇവൻ, ഈ നിൽക്കുന്ന ഭഗവാൻ, മഹ്യം പതിഹി ഭൂയാത്, എനിക്ക് പതിയായി ഭവിക്കട്ടെ, എന്റെ നാഥനായി ഭവിക്കട്ടെ എന്ന് മഹ്യം എന്നാണ് ഓരോരുത്തരും പ്രാർത്ഥിച്ചത്. ദാദാ തദനുമോദതാം, ദാദാ സൃഷ്ടികർത്താവ്, വിധാതാവ്, ഈശ്വരൻ, തദനുമോദതാം അതിനെ അനുഗ്രഹിക്കട്ടെ, അനുവദിക്കട്ടെ, ബ്രഹ്മാവ് നമ്മുടെ തലയിൽ എഴുതട്ടെ എന്നർത്ഥം അല്ലേ? ഇതീ പ്രകാരം സർവാഹ എല്ലാവരും 16,000 പേരും പൃഥക്ക് വേറെ 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 വെവ്വേറെയായിട്ട് കൃഷ്ണേ ഭാവേന ഹൃദയം ദദുഹു, ഭാവേന അവരുടെ ഭാവം കൊണ്ട്, പ്രേമം കൊണ്ട്, ഭക്തി കൊണ്ട് കൃഷ്ണേ ഹൃദയം ദദുഹു, കൃഷ്ണനിൽ ഹൃദയത്തെ ധരിച്ചു, മനസ്സിനെ ഉറപ്പിച്ചു. ഏകാഗ്രതയോടെ അവർ ഓരോരുത്തരും പരസ്പരം പറഞ്ഞിട്ടല്ല, അറിയിച്ചിട്ടല്ല, ഓരോരുത്തരും വിചാരിച്ചു. കാരണം മറ്റുള്ളവരുടെ ഇംഗിതം എന്താണാവോ, അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അവർ പലരോടും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലോ അവരുടെ നാട്ടില് തിരിച്ചു പോകുന്നവർ പോട്ടെ, എനിക്കെന്തായാലും കൃഷ്ണനെ മതി എന്ന് ഓരോരുത്തരും വിചാരിച്ചു. എനിക്കെന്തായാലും കൃഷ്ണനെ മതി, ഈ കൃഷ്ണനെ തന്നെ എനിക്ക് പതിയായിട്ട് കിട്ടണം, അതിനെ ദാതാവ് അനുമോദിക്കട്ടെ, സൃഷ്ടികർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രേമഭാവത്തോടെ, ഭക്തിഭാവത്തോടെ, ഏകാഗ്ര മനസ്സോടെ അവർ ഭഗവാനിൽ ഹൃദയത്തെ ധരിച്ചു, മനസ്സിനെ ഉറപ്പിച്ചു, ധാരണ ചെയ്തു എന്നർത്ഥം അല്ലേ? ധാരണ കഴിഞ്ഞാൽ പിന്നെ സമാധിയാണ്. താഃ പ്രാഹിണോദ്വാരവതീം സുമൃഷ്ടവിരജോംബരാഃ നരയാനൈർമഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹത്. താഃ പ്രാഹിണോദ്വാരവതീം സുമൃഷ്ടവിരജോംബരാഃ നരയാനൈർമഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹത്. ഭഗവാൻ എന്ത് ചെയ്തു? അവരെയൊക്കെ, കാരണം അവർക്ക് ഇനി പോകാനൊരു സ്ഥലമില്ല, അതുകൊണ്ട് ഭഗവാൻ താഹ
അവരെ എല്ലാം നടത്താം. പ്രാഹിണോത് അയച്ചു, പറഞ്ഞയച്ചു, യാത്രയാക്കി. എവിടേക്ക്? ദ്വാരവതി, ദ്വാരകാപുരിയിലേക്ക് ഇവരെയെല്ലാം യാത്രയാക്കി. എല്ലാവരെയും പാക്ക് ചെയ്തു. എങ്ങനെ? അങ്ങനെയുള്ള കോലത്തിലല്ല. മുഷിഞ്ഞ വസ്ത്രങ്ങളും ജടപിടിച്ച പോലെയുള്ള തലകളും അഴുക്ക് പിടിച്ച ശരീരവുമായിട്ട് കാരാഗൃഹം പോലെയുള്ളിടത്ത് കിടക്കുന്ന അവരെ ആദ്യം കുളിപ്പിച്ചു എല്ലാരെയും. അതാണ് സുമൃഷ്ട വിരജോംബരാഹ. സുമൃഷ്ടരാക്കി, നന്നായി കുളിച്ച് ശുദ്ധരായി. വിരജങ്ങളായ അമ്പരങ്ങൾ എന്ന് വെച്ചാൽ പരിശുദ്ധങ്ങളായ വസ്ത്രങ്ങൾ ധരിച്ചവരായി, നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചവരായിട്ട് അവരെ നരയാനൈഹി. നരയാനങ്ങൾ എന്ന് പറഞ്ഞാൽ നരന്മാർ ചുമക്കുന്ന യാനങ്ങൾ. എന്താണ്? പല്ലക്കുകൾ, ശിബികം എന്ന് പറയുന്ന, ശിബികകൾ എന്നൊക്കെ പറയുന്ന പല്ലക്കുകളിലും മഞ്ചലുകളിലും ഒക്കെ ആയിട്ടാണ് അവരെ അയച്ചത്. നരയാനൈഹി ദ്വാരവതീം പ്രാഹിണോത്. അതുപോലെ തന്നെ മഹാകോശാൻ രഥാശ്വാൻ മഹദ്രവിണം പ്രാഹിണോത്. അതോടൊപ്പം തന്നെ ഭഗദത്തൻ ഭഗവാന് ഈ സ്ത്രീകളോടൊപ്പം സമ്മാനമായിട്ട് മഹാകോശാൻ, വലിയ ഭണ്ഡാരങ്ങൾ, കോശങ്ങൾ എന്നാൽ ധനകോശങ്ങൾ, ഭണ്ഡാരങ്ങൾ, രഥ അശ്വാൻ, കുതിരകളെയും രഥങ്ങളെയും ഒക്കെ കൊടുത്തു. മഹത് ദ്രവിണം, വലിയ ദ്രവ്യങ്ങളെല്ലാം, ധനത്തെ എല്ലാം കൊടുത്തയച്ചു എന്നാണ്. അപ്പോ സമ്മാനങ്ങളോട് കൂടിയിട്ടാണ് ഈ സ്ത്രീകളെ ഭഗദത്തൻ ഭഗവാനോടുകൂടെ അയക്കുന്നത് ദ്വാരകയിലേക്ക്. ഭഗവാൻ ദ്വാരകയിലേക്കല്ല പോകുന്നത്, ഇവരെ അയച്ചു. ഭഗവാൻ സ്വർഗത്തിലേക്ക് പോകും. ഐരാവതകുലേഭാംശ്ച ചതുർദന്താന്തരസ്വിനഃ പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടിം പ്രേഷയാമാസ കേശവഃ. ഐരാവതകുലേഭാംശ്ച ചതുർദന്താന്തരസ്വിനഃ പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടിം പ്രേഷയാമാസ കേശവഃ. കൂട്ടത്തില് ചതുർദന്താൻ തരസ്വിനഃ പാണ്ഡുരാൻ ഐരാവതകുലേബാൻ ചതുഷ്ഷഷ്ടി കേശവഃ പ്രേഷയാമാസ. ഭഗവാൻ കേശവൻ ഈ 64 വലിയ ഐരാവതങ്ങളെ പോലെയുള്ള വെള്ളാനകൾ, അതാണ് പാണ്ഡുരാൻ എന്ന് പറഞ്ഞു. പാണ്ഡുരങ്ങൾ എന്നാൽ വെളുത്ത നിറമുള്ളവയും, ഐരാവത കുല ഇബാൻ, ഐരാവതത്തിന്റെ കുലത്തിൽ പിറന്ന ഇബങ്ങൾ ആനകൾ. ചതുർദന്ത, 4 കൊമ്പനാണല്ല, 4 കൊമ്പുള്ളവയും, തരസ്വിനഃ, നല്ല വേഗതയുള്ള ചുറുചുറുക്കുള്ള യൗവനമുള്ളത് എന്നർത്ഥം. യൗവനമുള്ളതും വെളുത്തതുമായ ഐരാവത കുലത്തിൽ ജനിച്ചതുമായ ആ ആനകളെ ചതുഷ്ഷഷ്ടിം 64 എണ്ണത്തെ പ്രേഷയാമാസ കേശവ. കേശവൻ അവരെയും അയച്ചു. അപ്പൊ 64 വെള്ളാനകള്, അനേകം കുതിരകള്, രഥങ്ങള്, പല്ലക്കുകള്, ആഭരണങ്ങള്, ധനങ്ങള് എല്ലാമായിട്ടാണ് ഈ 16,000 കന്യകമാര് ഘോഷയാത്രയായിട്ട്, അല്ലാതെ പിച്ചക്കാരെ പോലെ അവിടെ ചെന്ന് കയറുകയല്ല. എല്ലാവരുടെയും ബഹുമാനത്തിന് പാത്രീഭവിപ്പിച്ചുകൊണ്ട് വെറും കയ്യോടെ കയറി വന്നവരല്ല, ദരിദ്രവാസികളല്ല, അനാഥകളല്ല എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ഒരു കാരുണ്യം, അവരെ നല്ല രാജകുമാരിമാരായിട്ട് തന്നെ വേഷങ്ങളെല്ലാം ധരിപ്പിച്ച് പല്ലക്കിലെടുപ്പിച്ച്, അതും രഥത്തിലും കുതിരപ്പുറത്തൊന്നുമല്ല, പല്ലക്കിലെടുപ്പിച്ച്. സ്ത്രീകളെ കൂടുതലും പല്ലക്കിലെടുപ്പിക്കുകയാണ് ചെയ്യുക. സ്ത്രീകൾ കുതിരപ്പുറത്തും ആനപ്പുറത്തൊക്കെ കയറാൻ പ്രയാസമല്ലേ? രഥത്തിൽ കയറാനും ഇത്തിരി പ്രയാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രത്യേക വാഹനങ്ങളായി നരയാനങ്ങൾ എല്ലാമായിട്ട് അവരെ അയച്ചു. ഗംഭീര ഘോഷയാത്രയായിട്ട് ഈ സ്ത്രീകളെല്ലാം ദ്വാരകയിലേക്ക് പോകുന്നു. ഭഗവാനോ ഗത്വാ സുരേന്ദ്രഭവനം ദത്വാദിത്യൈ ച കുണ്ഡലേ പൂജിതസ്ത്രിദശേന്ദ്രേണ സഹേന്ദ്രാണ്യാ ച സപ്രിയഃ. ഗത്വാ സുരേന്ദ്രഭവനം ദത്വാദിത്യൈ ച കുണ്ഡലേ പൂജിതസ്ത്രിദശേന്ദ്രേണ സഹേന്ദ്രാണ്യാ ച സപ്രിയഃ. സുരേന്ദ്രഭവനം ഗത്വ, ഭഗവാൻ ദേവേന്ദ്രന്റെ ഭവനം സ്വർഗം, അവിടേക്ക് ചെന്നിട്ട് അതിഥ്യൈ കുണ്ഡലേ ദത്വ, അതിഥിക്കായി കൊണ്ട് 2 കുണ്ഡലങ്ങളെ തിരിച്ചു നൽകി. സഹ ഇന്ദ്രാണ്യാ ത്രിദശേന്ദ്രേണ സപ്രിയഃ പൂജിതഃ ച, ഇന്ദ്രാണിയോടുകൂടിയവനായ ത്രിദശേന്ദ്രനാൽ, ത്രിദശേന്ദ്രൻ ദേവന്മാരുടെ ഇന്ദ്രൻ ദേവേന്ദ്രൻ,
അദ്ദേഹത്താൽ സപ്രിയ പ്രിയയായ സത്യഭാമയോടുകൂടെ പൂജിക്കപ്പെട്ടു. ഭാര്യാസമേതനായ ഭഗവാൻ സൽക്കരിക്കപ്പെട്ടു, ബഹുമാനിക്കപ്പെട്ടു. ഭഗവാനോട് കൃതജ്ഞതയൊക്കെ അവർ രേഖപ്പെടുത്തി എന്നൊക്കെ അർത്ഥം. ഭഗവാൻ അവരുടെ ആവശ്യം സാധിച്ചു കൊടുത്തു, അവരുടെ മാനം വീണ്ടെടുത്തു കൊടുത്തു. അതുകൊണ്ട് ഭഗവാനെ പൂജിച്ചു. ചോദിതോ ഭാര്യയോത്പാട്യ പാരിജാതം ഗരുത്മതി ആരോപ്യ സേന്ദ്രാൻ വിബുധാൻ നിർജിത്യോപാനയത്പുരം. ചോദിതോ ഭാര്യയോത്പാട്യ പാരിജാതം ഗരുത്മതി ആരോപ്യ സേന്ദ്രാൻ വിബുധാൻ നിർജിത്യോപാനയത്പുരം. ഭാര്യയാ ചോദിത, ഭാര്യയായ സത്യഭാമയാൽ പ്രചോദിത പ്രേരിത. ആര്? ഭഗവാൻ. എന്ത്? പാരിജാതം. അപ്പൊ പാരിജാതം ഭഗവാൻ ഉത്പാടനം ചെയ്യാന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക, പുഴക്കിയെടുക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ സ്വർഗത്തിൽ അനേകം പാരിജാത വൃക്ഷങ്ങളുണ്ട്. അതിലൊന്ന് സത്യഭാമ തനിക്ക് തന്റെ ഗൃഹത്തിലേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അവിടുന്ന് ഒന്ന് പുഴക്കി. അതാണ് ഭാര്യാ ചോദിത പാരിജാതം ഉത്പാട്യ ഗരുത്മതി ആരോപ്യ. ഗരുഡന്റെ പുറത്ത് അതിനെ കയറ്റിവെച്ച് പുരം ഉപാനയത്, പുരത്തിലേക്ക് നയിച്ചു കൊണ്ടുവന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്തുണ്ടായി? സേന്ദ്രാൻ വിബുധാൻ നിർജിത്യ. സേന്ദ്രാൻ വിബുധാൻ, ഇന്ദ്രനോടുകൂടിയ ദേവന്മാരെ നിർജിത്യ, നിജരാം ജിത്വ, നന്നായി ജയിച്ചിട്ട്. അപ്പൊ എന്തുണ്ടായി? ഇന്ദ്രനും ദേവന്മാരും ഭഗവാൻ പാരിജാതം പുഴക്കിയപ്പോൾ യുദ്ധത്തിന് വന്നു. നന്ദി കെട്ടവര്, ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് ചിന്തയില്ലാത്ത മൂഢന്മാര്, തങ്ങൾക്ക് സാധിക്കാത്ത നരകാസുര വധം ഈസിയായി സാധിച്ചു വന്നിരിക്കുന്ന ഭഗവാന്റെ ശക്തി എന്താണെന്ന് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അവരൊക്കെ നേരിൽ കണ്ടതാണ്, ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തവരാണ്. പക്ഷെ പെട്ടെന്ന് മറക്കുന്നു, പെട്ടെന്ന് കൃതജ്ഞതയില്ലാതാവുന്നു. അങ്ങനെ ഭഗവാൻ ഒരു പാരിജാതം അവിടുന്ന് പുഴക്കിയപ്പോൾ ഭഗവാനെ ചോദ്യം ചെയ്തുകൊണ്ട് തടഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വന്നു. ആ യുദ്ധത്തിന് വന്ന ദേവന്മാരെയൊക്കെ ഭഗവാൻ നിസാരമായിട്ട് പരാജയപ്പെടുത്തി. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഇതിനെ പാരിജാതത്തെ ഉപാനയത്ത് പുരത്തിലേക്ക് കൊണ്ടുവന്നു, ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. സ്ഥാപിത സത്യഭാമായാഃ ഗൃഹോദ്യാനോപശോഭനഃ അന്വഗുർഭ്രമരാ സ്വർഗാത് തദ്ഗന്ധാസവലംബടാഃ. സ്ഥാപിത സത്യഭാമായാ ഗൃഹോദ്യാനോപശോഭനഃ അന്വഗുർഭ്രമരാ സ്വർഗാത് തദ്ഗന്ധാസവലംബടാഃ. സത്യഭാമായാഃ ഗൃഹ ഉദ്യാന ഉപശോഭനഃ സ്ഥാപിതഃ. പാരിജാതഃ സ്ഥാപിതഃ. പാരിജാതം സ്ഥാപിക്കപ്പെട്ടു. എവിടെ? സത്യഭാമായാഃ ഗൃഹ ഉദ്യാന ഉപശോഭനഃ. സത്യഭാമയുടെ ഗൃഹത്തിലെ ഉദ്യാനത്തിന് ഉപശോഭനമായിട്ട്, ഉദ്യാനത്തെ നന്നായി ശോഭിപ്പിക്കുന്ന രീതിയിൽ അതിലേറ്റവും ശോഭയുള്ള ഭാഗത്തായിട്ട് ഈ പാരിജാതത്തെ സ്ഥാപിച്ചു. പിന്നീട് എന്തുണ്ടായി? തദ്ഗന്ധാസവലംബടാഃ ഭ്രമരാഃ സ്വർഗാത് അന്വഗുഃ. തദ്ഗന്ധ ആസവലംബടാഃ ഭ്രമരാഃ. ഭ്രമരങ്ങൾ, വണ്ടുകൾ. എവിടെ നിന്നുള്ള വണ്ടുകള്? സ്വർഗാത്. സ്വർഗത്തിലെ പാരിജാതത്തിലെ ഗന്ധവും ആസവവും ഭുജിക്കുന്ന ആ വണ്ടുകളെല്ലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അന്വഗുഹു അനുഗമിച്ചു എന്നർത്ഥം, പുറകെ വന്നു. അപ്പൊ ഇപ്പൊ സ്വർഗത്തിലെ വണ്ടുകൾ പോലും ഭൂമിയിലുണ്ട്, ദ്വാരകയിലുണ്ട്. സ്പെഷ്യൽ വണ്ടുകൾ, സാധാരണ വണ്ടുകളല്ല. സ്വർഗത്തിലെ വണ്ടുകൾ ഭൂമിയിലേക്ക് അനുഗമിച്ചു എന്നാണ്. എന്തുകൊണ്ട്? തദ്ഗന്ധ ആസവ ലംബടാഹ. ഈ പാരിജാതത്തിന്റെ ഗന്ധത്തിലും ആസവം അതിലെ മധു, അതിലും ലംബടന്മാരായിട്ടുള്ള വണ്ടുകൾ, താല്പര്യമുള്ളതായിട്ടുള്ള വണ്ടുകൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, ഭൂലോകത്തിൽ ഈ ദ്വാരകയിലേക്ക് വന്നു എന്നർത്ഥം. അപ്പൊ അത്രയും ആകർഷണമുള്ള ഗന്ധമാണ് ഈ പാരിജാതത്തിന്. അതിന്റെ പുറകെ വണ്ടുകൾ വന്നു. യയാച ആനമ്യ കിരീടകോടിഭിഃ പാദൗ സ്പൃശൻ അച്യുതം അർത്ഥസാധനം സിദ്ധാർത്ഥ ഏതേന വിഗൃഹ്യതേ മഹാനഹോസുരാണാം ച
തമോധിഗാഢ്യതാം യയാച ആനമ്യ കിരീടകോടിഭിഃ പാദൗ സ്പൃശൻ അച്യുതമർത്ഥസാധനം സിദ്ധാർത്ഥ ഏതേന വിഗൃഹ്യത്തെ മഹാൻ അഹോസുരാണാം ച തമോധിഗാഢ്യതാം. ദേവന്മാരെ നിന്ദിക്കുകയാണ് ഇവിടെ ശുകബ്രഹ്മർഷി. അഹോ സുരാണാം തമഃ ദിഗ് ആഢ്യത. എന്താണ്? സുരാണാം തമഃ. അഹോ, ദേവന്മാരുടെ ഒരു അജ്ഞാനം. തമസ് എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്. അഹോ, കഷ്ടം കഷ്ടം. ആഢ്യതാം ധിക്. ആഢ്യത അവരുടെ ഒരു ഗർവം, അഭിമാനം നിന്ദ്യമായിട്ടുള്ളതാണ്. ധിക് ധിക്. നിന്ദ്യമായിട്ടുള്ള ദുരഭിമാനവും അവരുടെ ഒരു അജ്ഞാനവും നോക്കൂ എന്ന് പറയണം. എന്താ കാരണം? നേരത്തെ എന്താ ഉണ്ടായത്? കിരീടകോടിഭിഃ ആനമ്യ പാദൗ സ്പൃശൻ അച്യുതം അർത്ഥസാധനം യയാചേ. കിരീടകോടികളെ കൊണ്ട്, കിരീടത്തിന്റെ അഗ്രഭാഗങ്ങളെ കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് നമസ്കരിച്ചു. അതാണ് കിരീട കോടിഭിഃ ആനമ്യ. നല്ലപോലെ വീട് നമസ്കരിച്ചിട്ട് എന്നർത്ഥം. പാദവും സ്പൃശൻ, ഭഗവാന്റെ കാല് പിടിച്ച് അച്യുതം, അച്യുതനായ ഭഗവാനോട് അർത്ഥസാധനം യയാചെ, കാര്യസാധ്യത്തെ യാചിച്ചു. എന്താ കാര്യസാധ്യം? നഷ്ടപ്പെട്ട കുണ്ടലങ്ങളും ഛത്രവും എല്ലാം വീണ്ടെടുത്ത് കിട്ടാനായിക്കൊണ്ട് അങ്ങനെ യാചിച്ച് സിദ്ധാർത്ഥ, കാര്യം കഴിഞ്ഞപ്പോ, അർത്ഥം സിദ്ധിച്ചപ്പോ, അല്ലേ, ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടിയപ്പോൾ മഹാൻ ഏതേന വിഗൃഹ്യതേ, യോഗ്യനായിട്ടുള്ള ഇന്ദ്രൻ, മഹാനാണ് അദ്ദേഹം, എന്നിട്ടും ഏതേന, അതേ ഭഗവാനോട് വിഗൃഹ്യത്തെ, വിഗൃഹ്യത്തെ വിഗ്രഹം ചെയ്യുന്നു, യുദ്ധം ചെയ്യുന്നു. കഷ്ടം തന്നെ. സുരാണാം തമഃ അഹോ, ദേവന്മാരുടെ അജ്ഞാനം എന്താ പറയുക. ആഢ്യതാം ദിക്, അവരുടെ ആ ഒരു അഭിമാനം, ദുരഭിമാനം നിന്ദ്യം തന്നെ. മൂഢന്മാരെന്നല്ലാതെ എന്താ പറയുക. ഭഗവാനോട് യുദ്ധത്തിന് ചെല്ലുന്നത് എല്ലാം മറന്നിട്ട്. അപ്പൊ അതിനെ പരിഹസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാം ആ ഐശ്വര്യം കൊണ്ടുള്ള മതം തന്നെയാണ് ആഢ്യത, ശ്രീമതദോഷം. അപ്പൊ ഇതുപോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, അല്ലേ? ആരെങ്കിലുമൊക്കെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് മത്സരിക്കാതിരിക്കട്ടെ, അവരെ മറക്കാതിരിക്കട്ടെ, അവരോട് കൃതജ്ഞതയുള്ളവരായിരിക്കട്ടെ. നമ്മളെ സഹായിച്ചവരോടല്ല മത്സരിക്കേണ്ടത്, അതൊരിക്കലും മറക്കാതിരിക്കട്ടെ. അധോ മുഹൂർത്ത ഏകസ്മിൻ നാനാഗാരേഷു താ സ്ത്രിയഃ യഥോപയമേ ഭഗവാൻ താവദ് രൂപധരോവ്യയഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അധോ മുഹൂർത്ത ഏകസ്മിൻ നാനാഗാരേഷു താ സ്ത്രിയഃ യഥോപയമേ ഭഗവാൻ താവദ് രൂപധരോവ്യയഃ. അധഃ, അനന്തരം, താഹ സ്ത്രിയഃ, ആ സ്ത്രീകളെ നാനാ അകാരേഷു, വിവിധങ്ങളായ ഗൃഹങ്ങളിൽ, ഏകസ്മിൻ മുഹൂർത്തെ, ഒരേ മുഹൂർത്തത്തിൽ, താവത് രൂപധരഃ, അത്രയും രൂപങ്ങളെ ധരിക്കുന്നവനായിട്ട്, 16,000 രൂപം ധരിച്ചവനായിട്ട്, അവ്യയഃ ഭഗവാൻ, നാശരഹിതനായിട്ടുള്ള ഭഗവാൻ, യഥാ ഉപയമേ, യഥാ എന്ന് പറഞ്ഞാൽ യഥാവിധി, വിധിപ്രകാരം, ഉപയമേ, ഉപയമിച്ചു, വിവാഹം കഴിച്ചു. അപ്പൊ ശാസ്ത്രങ്ങൾ പറയുന്ന വിധിക്കനുസരിച്ച് ഈ വിവാഹം മംഗളകരമായി നടന്നു. അപ്പൊ എന്ത് ചെയ്തു ഭഗവാൻ? ഒരേ മുഹൂർത്തത്തിൽ അത്രയും രൂപം ധരിച്ചു. വേറെ ആർക്കെങ്കിലും സാധിക്കുമോ? വേറെ ആർക്കും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഭഗവാനാണ് കൃഷ്ണൻ. ഭഗവാനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധിച്ചത്. 16,000 പേരെയും ഒരേ മുഹൂർത്തത്തിൽ വിവാഹം കഴിച്ചു. ഓരോരുത്തരായി കഴിച്ചു എന്നല്ല. ഓരോരുത്തരായി കഴിക്കുകയാണെങ്കിൽ എത്ര നേരം വേണ്ടി വന്നേനെ, അല്ലേ? ഓരോരുത്തർക്കും 5 മിനിറ്റ് എടുത്താൽ 16,000 ഇൻറ്റു 5 മിനിറ്റ് നിങ്ങൾ ഇന്ന് കണക്കാക്കിക്കോളൂ, എത്ര ദിവസങ്ങൾ എടുക്കുന്നു.
ഇതൊന്നും വേണ്ടി വന്നില്ല, ഒരേ മുഹൂർത്തത്തിൽ. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ താൻ തന്നെയാണ്. സോകാമജത ബഹുസ്യാം പ്രജായേതി. അവൻ സങ്കൽപ്പിച്ചതാണ് ഞാൻ പലതായി തീരട്ടെ എന്ന്. അങ്ങനെ പലതായി തീർന്നതാണ് ഈ ജഗത്ത് മുഴുവൻ. അങ്ങനെയുള്ള ഭഗവാന് ആ ബ്രഹ്മദേവനെ പരീക്ഷിക്കാൻ വേണ്ടി, ബ്രഹ്മദേവന്റെ പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി ഒരേ സമയം തന്നെ ഭഗവാൻ എത്രയെത്ര ഗോപകുമാരന്മാരായി, എത്ര പശുക്കളായി, എത്ര അവരുടെ കയ്യിലുള്ള വസ്തുക്കളായി തീർന്നു. ഒരേ സമയമാണ് ഇതെല്ലാമായി തീർന്നത്. വീണ്ടും വീണ്ടും ഭഗവാൻ കാണിച്ചു തരുന്ന ആരാണ് ഈ ഭഗവാനെന്ന്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണനാണ്, എല്ലാമായി തീർന്നവനാണ്. അപ്പൊ എല്ലാം കാണുമ്പോഴും അതിന്റെ കാരണഭൂതനെ സ്മരിക്കുക. ഈശാവാസ്യമിതം സർവം പുരുഷ ഏവേദകം സർവം സർവം വിഷ്ണുമയം ജഗത് സർവം ഖൽവിതം ബ്രഹ്മ ഇത്യാദി വേദമന്ത്രങ്ങളെല്ലാം ഓർമ്മ വരട്ടെ, എപ്പോഴും ഓർമ്മ വരട്ടെ, എന്ത് കാണുമ്പോഴും ഓർമ്മ വരട്ടെ, എല്ലാറ്റിലും ഭഗവാനെ കാണാൻ കഴിയട്ടെ. അപ്പോൾ ഏകസ്മിൻ മുഹൂർത്തെ വിവിധ ഗൃഹങ്ങളിലെല്ലാം ഒരേ സമയം ഭഗവാൻ പ്രത്യക്ഷനായി പ്രകടനായി എല്ലാവരെയും ഒരേ മുഹൂർത്തത്തിൽ വിധിപ്രകാരം വിവാഹം ചെയ്തു എന്നാണ്. ഇനി 3 ശ്ലോകങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് കർഹിച്ചിത് അധ്യായം നാളെ രാവിലെ നമുക്ക് കാണാം. ഈ 3 ശ്ലോകങ്ങളും കർഹിച്ചിത് അധ്യായവും ഇന്നിപ്പോൾ വേണ്ടിടത്ത് എത്തിയിട്ടുണ്ട്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. ഓം. നാളെ രാവിലെ